ഒരു പ്രോമിസറി നോട്ട് എന്താണ്? പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഗ്രിമെന്റും പ്രോമിസറി നോട്ടും ഒരു ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒരു ബോണ്ട് എന്താണ്, ഒരു അഗ്രിമെന്റ് എന്താണ്, ഒരു പ്രോമിസറി നോട്ട് എന്താണ്, എന്താണ് ചെക്ക്? ഇതൊക്കെ നോക്കൂ. നമ്മളിപ്പോ ഒരു ലീഗൽ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ ഒരു ബിസിനസ് ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരും, അത്യാവശ്യങ്ങളിൽ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രായോഗികമായിട്ടുള്ള വശങ്ങളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. എന്നാലും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി എന്താ തമാശ എന്ന് വെച്ചാൽ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന് പറയുന്നത് ചെറിയൊരു പുസ്തകമാണ്. ആകെ 148 വകുപ്പുകൾ മാത്രമേ ഉള്ളത്. അത് എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുള്ള ആക്ട്. ഇതേപോലത്തെ ഒരു ആക്ട് ചിലപ്പോൾ വേറൊരു ആക്ട് ഉണ്ടാവുമെന്നും സംശയമാണ്. ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഒരു വ്യക്തിക്ക് ഇത്ര രൂപ കൊടുക്കാം എപ്പോ ചോദിച്ചാലും, ഓൺ ഡിമാൻഡ്. അതാണ് പ്രോമിസറി നോട്ട്. ഇപ്പൊ ഐ പ്രോമിസ് ടു പേ സച്ച് എൻ എമൗണ്ട് ടു സച്ച് എ പേഴ്സൺ ഓൺ ഡിമാൻഡ്, അല്ലെങ്കിൽ ഓർ ടു ദ ബെയറർ, അല്ലെങ്കിൽ ആരാണ് അത് കൈവശം വെക്കണ വെച്ചാൽ അയാൾക്ക്. അതാണ് പ്രോമിസറി നോട്ടിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. അതിന് ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒട്ടിച്ചാൽ മതി. അത് ഫുൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യണം. വിറ്റ്നസ് ഈ പ്രോമിസറി നോട്ടിന് ഒരു വിറ്റ്നസ് നിർബന്ധമല്ല. ഒരു അഗ്രിമെന്റ് എഴുതുമ്പോൾ ഒരു വിറ്റ്നസ് നിർബന്ധമാണല്ലോ. നമ്മൾ സാധാരണ വിറ്റ്നസ് ഉണ്ടാവും. ഒരു പ്രോമിസറി നോട്ടിന് വിറ്റ്നസിന്റെ ആവശ്യമില്ല. പക്ഷെ വിറ്റ്നസ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല. ചിലപ്പോൾ വിറ്റ്നസ് വെക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ വിറ്റ്നസ് നിർബന്ധമില്ല. അതും അഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതും ഒരു ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിരുന്ന് കടമായിട്ട് ഒരു കാശ് വാങ്ങിച്ചു. ആ കടമായ കാശ് ഇന്ന ഡേറ്റിന് വാങ്ങിച്ച അന്ന് തന്നെ അഗ്രിമെന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. നേരെ മറിച്ച് പ്രോമിസറി നോട്ടാണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഗ്രിമെന്റ് പേപ്പർ, നമ്മൾ സാധാരണ അഗ്രിമെന്റ് പേപ്പറിൽ 1 ലക്ഷം രൂപ ഞാൻ ഇത്ര വ്യക്തിയിൽ നിന്ന് ഇത്ര ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോണ്ടായിട്ടാണ് കണക്കാക്കുക. അത് അഗ്രിമെന്റ് അല്ല. ആ ബോണ്ടായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കോടതിയിൽ അത് സ്വീകരിക്കില്ല. അപ്പൊ പ്രോമിസറി നോട്ട് ആവുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. പ്രോമിസറി നോട്ട് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അത് മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാം. ആ വ്യക്തിക്ക് ഈ പറഞ്ഞ കൊടുത്ത വ്യക്തിയുടെ പേരിൽ നേരിട്ട് കേസ് കൊടുക്കാം. ഇടപാടുകൾ തമ്മിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓൺ ഡിമാൻഡ് ആണെന്ന് എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കൊടുക്കാം എന്നാണ് പ്രോമിസറി നോട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതിലുമേ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 0.375% സ്റ്റാമ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് റവന്യൂ സ്റ്റാമ്പിലും നമുക്ക് ചെയ്യാമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഈ പ്രോമിസറി നോട്ട് സാധാരണ ഇതിന്റെ മറ്റൊരു വശമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു 3 പാർട്ടികൾ ഉണ്ടാവും. അതാണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് പ്രോമിസ് ചെയ്യാണ്, ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഈ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശ് ഇത്ര ദിവസം കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ കൊടുത്ത ആൾക്കെതിരെ നടപടി എടുക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 3 പേരാണുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ചെക്കാണ്. അതായത് ചെക്ക് കൊടുക്കുന്ന ആള്, ചെക്ക് വാങ്ങുന്ന ആള്, ചെക്ക് എൻകാഷ് ചെയ്യുന്ന ബാങ്ക്. അങ്ങനെയാണ് 3 പേര് ഇവിടെ വരുന്നത്. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിലൂടെയാണ് ചെക്കായിട്ട് ചെയ്യുമ്പോഴാണ് അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്കായി മാറുന്നത്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്കല്ലാത്ത രൂപത്തിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്, ബി അത് സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ സിക്കൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ബിയിൽ നിന്ന് കളക്ട് ചെയ്യാം. ആ ബിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ബാങ്കായിട്ട് വരുന്നത്. അതാണ് ശരിക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ചെക്കാണെന്നാണ് എപ്പോഴും പറയാ. അപ്പൊ അത് 3 പേരുണ്ടാവും. പ്രോമിസറി നോട്ടാണെങ്കിൽ 2 പേരുണ്ടാവും, കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആള്. ചെക്കാവുമ്പോൾ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ബാങ്കും വേണം, 3 പേര് വേണം. അതാണ് ചെക്കും പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഇത്തരം. ആക്ച്വലി ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ചെക്കിന്റെ വാലിഡിറ്റി എന്ന് തുടങ്ങാം. ചെക്കിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമായി. ഇത് മുമ്പ് 6 മാസമായിരുന്നു.
ഇപ്പൊ അത് വെറും 3 മാസം മാത്രമാണ് പിന്നെ ഇതിന്റെ വാലിഡിറ്റി. ഈ 3 മാസം കഴിഞ്ഞ് ചെക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെക്ക് ഒന്നിനും ഉപയോഗിക്കാൻ, ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആയിട്ട് പോകും അത്. പിന്നെ അതുകൊണ്ട് ചെക്ക് തന്ന തീയതി അല്ല നോക്കേണ്ടത്, ചെക്കിൽ എഴുതിയ തീയതിയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചെക്കിൽ എഴുതിയ തീയതി മുതൽ 3 മാസം. ചെക്കിൽ എന്നാണ് എഴുതുന്നത്, അപ്പോൾ നമ്മൾ ചെക്കിൽ ചിലപ്പോൾ എഴുതിക്കൊള്ളണം വാങ്ങില്ല, ചിലപ്പോൾ എഴുതാതെ വാങ്ങാം, ഡേറ്റ് ഇടാതെ വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാണ് ചെക്ക് പ്രസന്റ് ചെയ്തത് ആ സമയത്ത് ചെക്കിൽ ഡേറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെക്ക് പ്രസന്റ് ചെയ്യാം. ആ ചെക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഈ 3 മാസത്തിന്റെ ഉള്ളിൽ ബാങ്കിലേക്ക് എത്തണം. ഇപ്പൊ നമ്മള് 3-ാമത്തെ മാസം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എന്ന് കരുതുക, ഇന്നാണ് അവസാനത്തെ ദിവസം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് നമ്മുടെ ബാങ്കിലാണ് ചെക്ക് പ്രസന്റ് ചെയ്യുക. ആ ചെക്ക് ഈ പ്രതിയുടെ എതിർകക്ഷിയുടെ, അതായത് ചെക്ക് തന്ന ആളുടെ ബാങ്കിലേക്ക് എത്തുന്നത് ചിലപ്പോൾ നാളെയാണെന്നുണ്ടെങ്കിൽ ആ ചെക്ക് ലാപ്സ് ആയി പോകും. അപ്പോൾ എപ്പോഴും പിന്നെ ചെക്കിന്റെ ലാസ്റ്റ് തീയതിക്ക് ഒരിക്കലും പ്രസന്റ് ചെയ്യാൻ പിന്നെ വെയിറ്റ് ചെയ്യരുത്. ചെക്ക് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെക്കിൽ പറയുന്ന 3 മാസത്തിന്റെ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ചെക്ക് പ്രസന്റ് ചെയ്യണം, 1 ആഴ്ച മുമ്പെങ്കിലും പ്രസന്റ് ചെയ്യണം മിനിമം. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും ഇടയിൽ ഇപ്പോ വന്നിട്ട് ഇപ്പൊ CTS ചെക്ക് എന്ന് പറയുമ്പോൾ ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം. ട്രങ്കേറ്റഡ് എന്ന് പറയുമ്പോൾ ചെക്കില് നമ്മുടെ ഫിസിക്കൽ ഫോം ശരിക്ക് ഈ കളക്ടിങ് ബാങ്കിലേക്ക് പോകില്ല. ചെക്കിന്റെ ഇലക്ട്രോണിക് ഫോം, അത് ഫോം മാത്രമാണ് കളക്ടിങ് ബാങ്കിലേക്ക് പോകും. അപ്പൊ അതിന്റെ ചെക്ക് ഫിസിക്കലി ആ ഏത് ബാങ്കിലാണ് പ്രസന്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ബാങ്കിൽ തന്നെ നിൽക്കും. ഇതിന്റെ ഇലക്ട്രോണിക് ഫോം മാത്രമാണ് പിന്നെ ഇതിലേക്ക് പോകും, അതായത് കളക്ടിങ് ബാങ്കിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഇമേജ് മാത്രമേ മറ്റേ ബാങ്കിലേക്ക് പോവുള്ളൂ. അപ്പൊ അതില് CTS സിസ്റ്റം വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ സമയത്ത് പേര് എഴുതുന്ന സമയത്ത് പേര് തെറ്റിപ്പോകും, സംഖ്യ എഴുതുന്ന സമയത്ത് ഈ തെറ്റിപ്പോകുന്ന സംഖ്യ അല്ലെങ്കിൽ പേരോ ഡേറ്റോ എന്താണെങ്കിലും അവിടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അവിടെ ഒപ്പിടും. കറക്റ്റ് ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതുവരെ എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ചെക്ക് സ്വീകരിക്കും. പക്ഷെ CTS ചെക്കില് അങ്ങനെ ഒരു കറക്ഷൻസ് വന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇമേജ് ആണ് പോകുന്നത്. അപ്പൊ ആ കറക്റ്റ് ചെയ്ത സ്ഥലത്തുള്ള ഒപ്പ് വെരിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചെക്ക് മടങ്ങിപ്പോകും. അപ്പൊ നമുക്ക് കിട്ടാനുള്ള കാശ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, CTS ചെക്ക് ആണെന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് തിരുത്തി വാങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത്. ആ ചെക്ക് മാറ്റി വാങ്ങാൻ ശ്രമിക്കണം. ചെക്ക് എഴുതുന്ന സമയത്ത് മനുഷ്യ സഹജമാണ്, തെറ്റ് പറ്റും. പക്ഷെ അങ്ങനെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവിടെ ഒപ്പിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും ചെക്ക് സ്വീകരിക്കരുത്. ആ ചെക്ക് ചിലപ്പോൾ എൻകാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ അങ്ങനെ വല്ല സാഹചര്യവും വന്നു എന്ന് കൂട്ടാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യുന്ന ബാങ്കിൽ കൊടുക്കാൻ പറ്റില്ല. കളക്ട് ചെയ്യുന്ന ബാങ്കിലാണ് ഈ ചെക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ ശരിക്കുള്ള, അതായത് ഈ പറഞ്ഞ വ്യക്തിയുടെ ബാങ്കിന്റെ ബ്രാഞ്ചിൽ കൊണ്ടു കൊടുത്താൽ അവിടെ ചിലപ്പോൾ നമുക്ക് അക്കൗണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപേക്ഷ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു അപേക്ഷ കൊടുത്തിട്ട് ആ ചെക്ക് ഇങ്ങനെ കറക്ഷൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് പ്രസന്റ് ചെയ്യാൻ അനുവദിക്കണം. അപ്പൊ ആ ചെക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ പ്രസന്റ് ചെയ്താൽ, ഈ ചെക്ക് പ്രസന്റ് ചെയ്താൽ ഒരു പക്ഷേ അത് അനുവദിക്കും. അങ്ങനെ അനുവദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ചെയ്ത് കിട്ടും. അത് പക്ഷേ റിസ്ക് ആണ്. അതുകൊണ്ട് കഴിയുന്നതും ഒരു CTS ചെക്കുകളിൽ ഒരിക്കലും, CTS ചെക്ക് ഇപ്പൊ അനുവദിക്കൂ എന്നാണ് ഇപ്പൊ അതിൽ. അതിനൊരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ CTS ചെക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കറക്ഷൻസ് വരുത്തരുത്. വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മള് പ്രാക്ടിക്കലായിട്ട് അധികം ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ചെക്കും നമുക്ക് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുന്ന ആളെയാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക്, ഒരു ബി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഞാൻ ക്യാഷ് കൊടുക്കാനുണ്ട്, സി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ബിക്ക് കൊടുത്ത ചെക്ക് ബിക്ക് വേണമെങ്കിൽ സിക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
കാരണം ഞാൻ ബിക്ക് കൊടുക്കാനുണ്ട്, ആ ക്യാഷാണ് ബി സിക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ബി എന്റെ ചെക്കാണ്, ബി സിക്ക് കൊടുക്കുക. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അയാൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവും. അങ്ങനെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് ചെക്കിൽ പറഞ്ഞ തീയതിക്ക് മുമ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെക്കിൽ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ചെക്കിൽ എഴുതിയ ഡേറ്റ് അത് ഇന്ന് 10-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 9-ാം തീയതിക്കെങ്കിലും ഈ ചെക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പിന്നെ ബിഫോർ ഇറ്റ് ഹാസ് ബിക്കം ഡ്യൂ എന്നാണ് അതിന്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. അതില് ഒരു നിയമവശമുണ്ട്. അങ്ങനെ ഇല്ലെങ്കിലും പിന്നെ അത് സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലോ കമ്മീഷൻ ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇംഗ്ലണ്ടിലെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആക്ടിൽ അത് ബിഫോർ ഇറ്റ് ഹാസ് ബിക്കം ഡ്യൂ എന്ന് പറയുന്നത് ശരിയല്ല, അതിനും ശേഷവും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ എടുക്കേണ്ട കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് ഈ ചെക്ക് വേറെ ആരെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാണെങ്കിൽ അത് എമൗണ്ട് ഡ്യൂ ആവുന്ന ഡേറ്റിന് മുമ്പ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഈ ചെക്കിന്റെ പുറത്ത് എൻഡോഴ്സ്മെന്റ് കൊടുക്കണം. എനിക്ക് കിട്ടാനുള്ള ഈ കാശ്, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് കിട്ടാനുള്ള കാശ് ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഈ മൂന്നാമത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന വെച്ചാൽ അയാൾക്ക് വേണ്ടി കൊടുക്കാൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന നിലക്ക് കൊടുത്തിരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ ആ ചെക്ക് പ്രസന്റ് ചെയ്ത് ഈ ആർക്കാണോ ആ ചെക്ക് കൊടുത്ത അതേ അവകാശം ഈ പറഞ്ഞ വ്യക്തിക്കും കിട്ടുന്നതാണ്. ചെക്ക് കേസുകളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ 1 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ നോട്ടീസ് അയക്കണം. വക്കീലിനെ കണ്ട് ഒരു നോട്ടീസ് അയപ്പിക്കണം. അത് 1 മാസം കഴിഞ്ഞ് ഈ നോട്ടീസ് അയക്കേണ്ട 1 മാസം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോട്ടീസ് അയക്കാൻ പറ്റില്ല. ചെക്ക് വീണ്ടും പ്രസന്റ് ചെയ്യേണ്ടി വരും. ചെക്ക് വീണ്ടും പ്രസന്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഈ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് വീണ്ടും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ റിസ്ക് എന്താന്ന് വെച്ചാൽ, ഈ ചെക്ക് വീണ്ടും പ്രസന്റ് ചെയ്യാനുള്ള സമയം കൂടി കഴിഞ്ഞാൽ ആ ചെക്ക് പിന്നെ ഒന്നിനും പറ്റാത്ത ഒരു വസ്തുവായി മാറും. ഒരു പേപ്പറിന്റെ വില മാത്രമേ അതിനുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ചെക്ക് പ്രസന്റ് ചെയ്ത ഉടനെ തന്നെ വക്കീലിനെ കണ്ട് ഒരു നോട്ടീസ് അയപ്പിക്കണം. ആ നോട്ടീസ് അയച്ച് 15 ദിവസം നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 15 ദിവസത്തിന്റെ ഉള്ളിൽ അയാൾ പൈസ തരണം, തിരിച്ചു തരണം എന്നാണ്. ആ പൈസ 15 ദിവസത്തിന്റെ ഉള്ളിൽ ഇയാൾ തരുന്നില്ലെങ്കിൽ അടുത്ത 30 ദിവസത്തിന്റെ ഉള്ളിൽ കേസ് കോടതിയിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഒരു ചെക്ക് കേസ് കോടതിയിൽ നിലനിൽക്കുള്ളൂ. ഇതിലെ ഏറ്റവും ഒരു ടെക്നിക്കൽ ഒഫൻസ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. ഈ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് 30 ദിവസത്തിന്റെ ഉള്ളിൽ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് കേസ് പിന്നെ കൊടുക്കാൻ പണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ 30 ദിവസം കഴിഞ്ഞ് കേസ് കൊടുക്കാൻ എന്തെങ്കിലും അസുഖം കാരണമോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് തെളിയിച്ചാൽ 30 ദിവസം കഴിഞ്ഞാലും നമുക്ക് കേസ് കൊടുക്കാന്നുള്ള പുതിയ നിയമം വന്നിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഈ 15 ദിവസം നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പൊ ചെക്ക് നോട്ടീസ് ഇയാൾക്ക് 10-ാം തീയതി കിട്ടിയെന്നെങ്കിൽ 25-ാം തീയതി വരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. 25-ാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെക്ക് നോട്ടീസ് കിട്ടി കൈപ്പറ്റി 15 ദിവസം വെയിറ്റ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ അയാൾ കാശ് തരണമോ എന്ന് നോക്കണം, എന്നിട്ടേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ 15 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ 10-ാമത്തെ ദിവസം ഫയൽ ചെയ്തു കേസ് അറിയാതെ, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി, വക്കീലിന് തെറ്റിപ്പോയി, ചിലപ്പോ അക്നോളജ്മെന്റ് കിട്ടിയപ്പോ തെറ്റിപ്പോയി, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് കേസ് നിലനിൽക്കില്ല. ഫ്രഷ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. ആ കംപ്ലൈന്റ് അത് അത്രയും ടെക്നിക്കലായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കേസാണ് ഈ ചെക്ക് കേസ് എന്ന് പറഞ്ഞത്. അതുപോലെ പിന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് കമ്പനികളും പാർട്ട്ണർഷിപ്പും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. ഇപ്പൊ ചേംബർ ഓഫ് കോമേഴ്സിൽ പ്രത്യേകിച്ചും മെമ്പേഴ്സ് അധികം കമ്പനി അല്ലെങ്കിൽ ഫേമോ പ്രൊപ്പറേറ്റർഷിപ്പോ. എന്താണ് കമ്പനി, എന്താണ് പാർട്ട്ണർഷിപ്പ്, എന്താണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിക്ക് ആണ് അതിലെ എല്ലാ ചുമതലയും, അയാളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഉത്തരവാദിത്വം ഒക്കെ അയാൾക്കാണ്. അപ്പൊ അദ്ദേഹം ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്താലും ആ സ്ഥാപനത്തിന്റെ പേര് കൊടുത്താലും കുഴപ്പമില്ല.
മറിച്ച് ഒരു കമ്പനിയോ ഒരു പാർട്ട്ണർഷിപ്പോ ആണ് ഒരു ചെക്ക് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ വേണം കേസ് കൊടുക്കാൻ. അതൊരു ഇപ്പൊ സപ്പോസ് ഒരു മാനേജിങ് ഡയറക്ടറാണ്, പിന്നെ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു മാനേജിങ് പാർട്ട്ണർ, ആ പാർട്ട്ണർ അയാളുടെ പേര് പറഞ്ഞിട്ട് റെപ്രസെന്റഡ് ബൈ കമ്പനി എന്ന് റെപ്രസെന്റിങ് ദ കമ്പനി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കേസ് തള്ളി. അതാണ് ഇതിലെ ടെക്നിക്കാലിറ്റീസിന്റെ ഒരു 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 എന്താ പറയാ, ഇത്രയും ടെക്നിക്കാലിറ്റീസ് ഉള്ള ഒരു പിന്നെ ഒരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ പിന്നെ കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അവരാണ് കംപ്ലൈനന്റ്. കാരണം എന്താ വെച്ചാൽ കമ്പനി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുക, ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുക. കമ്പനി രജിസ്റ്റർ ചെയ്തതോടുകൂടി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വ്യക്തികളാണെങ്കിലും കമ്പനി ഒരു വ്യക്തിയാണ്. അപ്പോ കമ്പനിക്ക് കിട്ടാനുള്ള കാശ് കമ്പനി തന്നെ ഈടാക്കണം. അപ്പൊ കമ്പനി ഈടാക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയെ വേണമെങ്കിൽ മാനേജിങ് പാർട്ണർക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയെ വേണമെങ്കിൽ മാനേജർക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററിക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ കമ്പനിയാണ് ഏത് നിരക്കും കമ്പനിയാണ് പരാതിക്കാരൻ. കമ്പനി സോ ആൻഡ് സോ കമ്പനി റെപ്രസെന്റഡ് ബൈ മാനേജിങ് ഡയറക്ടർ. അല്ലാതെ മാനേജിങ് ഡയറക്ടർ പിന്നെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്യില്ല. മാനേജിങ് ഡയറക്ടർ അവിടെ ആരുമല്ല, കമ്പനിയാണ് അതില് പിന്നെ പ്രഥമമായിട്ട് പിന്നെ പരാതിക്കാരൻ കമ്പനിയാണ്. അതാണ് ഏറ്റവും അത് ചെക്ക് പിന്നെ കമ്പനി ആയാലും ശരി പാർട്ട്ണർഷിപ്പ് ആയാലും ശരി. നേരെ മറിച്ച് പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം പിന്നെ വ്യക്തിയാണ്, ആ വ്യക്തി മാത്രമേ അതിലുള്ളൂ. അപ്പൊ അയാൾ പറയുന്ന അയാളുടെ സ്ഥാപനത്തിന്റെ പേരിൽ കൊടുത്താലും അയാളുടെ പേര് കൊടുത്താലും അയാളുടെ പേഴ്സണൽ അഡ്രസ്സിൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതുപോലെ ഒരു കമ്പനി ആണ് ചെക്ക് ഇഷ്യൂ ചെയ്തെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാനേജിങ് ഡയറക്ടറാണ് ചെക്ക് ഇഷ്യൂ ചെയ്തത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ പരാതി കൊടുക്കുന്ന കാര്യമാണ് ഇപ്പൊ ആദ്യം പറഞ്ഞത്. ഇനി പിന്നെ ചെക്ക് കൊടുത്തത് ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടറാണ് ആ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കമ്പനിയെ നമ്മൾ പ്രതിയാക്കണം, കമ്പനിക്ക് നോട്ടീസ് അയക്കണം. കമ്പനി റെപ്രസെന്റഡ് ബൈ സോ ആൻഡ് സോ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോ കമ്പനി പരാതിക്കാരനായാലും കമ്പനി പ്രതി ആയാലും കമ്പനിയുടെ പേരാണ് ആദ്യം വേണ്ടത്. ഇത് കമ്പനിയുടെ പേരിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രതിയായാലും വാദിയായാലും ആ കേസ് പരാജയപ്പെട്ടു പോകും. അപ്പോ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ജൂറിഡിക്ഷന്റെ കാര്യം, എവിടെയാണ് നമ്മൾ ചെക്ക് കേസ് ഫയൽ ചെയ്യുക? ഇതാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമം. തിരിച്ചും മറിച്ചും കോടതികൾ തിരിച്ചു പറഞ്ഞു, പിന്നീട് നിയമം മാറ്റിമറിച്ചു ഒക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ചെക്ക് കൊടുത്ത സ്ഥലം, പണം കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ പിന്നെ അത് ചെക്ക് പ്രസന്റ് ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ പിന്നെ ഈ ഇടപാടുകൾ എവിടെ നടന്നു എന്ന് പറഞ്ഞ സ്ഥലം, ഈ സ്ഥലങ്ങളിലൊക്കെ ചെക്ക് കേസ് ഫയൽ ചെയ്യാമായിരുന്നു. നോട്ടീസ് ഇഷ്യൂ ചെയ്ത സ്ഥലത്ത് വരെ ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഒരിക്കൽ സുപ്രീം കോടതി പറഞ്ഞ് ഒരു 2 വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ് പ്രതിയുടെ ബാങ്ക് എവിടെയാണ് അവിടെ മാത്രമാണ് ചെക്ക് പ്രസന്റ് ചെയ്യാൻ ചെക്ക് കേസ് കൊടുക്കാൻ പാടുള്ളൂ. അത് ഭയങ്കര കോംപ്ലിക്കേഷനാണ് പിന്നീട് ഉണ്ടാക്കിയത്. എവിടെയാണ് പരാതിക്കാരന്റെ ബാങ്ക് എവിടെയാണ് അവിടെയാണ് ചെക്ക് കേസ് നിലനിർത്തുന്നത്. ഇപ്പൊ നമ്മുടെ ബാങ്ക് എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത്, നമ്മുടെ ചെക്ക് പിന്നെ ഇന്ന ബാങ്കിലാണ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഞ്ചേരിയിലെ ബാങ്കിലാണ് നമ്മൾ ചെക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് ബോംബെക്കാരനായാലും ശരി ഡൽഹിയിൽ നിന്ന് വന്ന ആളായാലും ശരി, നമ്മൾ ചെക്ക് പ്രസന്റ് ചെയ്യുന്നത് മഞ്ചേരിയിലെ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ മഞ്ചേരിയിലെ കോടതിയിലാണ് കേസ് നിൽക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ എവിടെയാണ് അന്യായക്കാരന്റെ ബാങ്ക് എവിടെയാണ് അവിടെയാണ് പിന്നെ ചെക്ക് കേസ് കൊടുക്കേണ്ടത് എന്നുള്ള നിയമം വന്നു. അത് അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് കക്ഷികൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് കേസുകൾ തള്ളിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇതിൽ വന്ന കാര്യങ്ങളാണ്. പോട്ടെ, അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോഴത്തെ നിയമപ്രകാരം അങ്ങനെയാണ്. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ 2020 കൊറോണയൊക്കെ ജസ്റ്റ് തുടങ്ങുന്നതിന്റെ മുമ്പ്, അതായത് ഒരു ചെക്ക് കേസ് കൊടുത്തതിന് ശേഷം ഒരു പ്രതി കോടതിയിൽ ഹാജരായി കുറ്റപത്രം വായിക്കുന്ന സമയത്ത് തന്നെ ഈ 20% ചെക്ക് സംഖ്യയുടെ 20% തന്നെ കെട്ടിവെക്കണം. 20% കെട്ടിവെച്ചാൽ മാത്രമേ അയാൾക്ക് കേസ് നടത്താൻ കഴിയുള്ളൂ. ആ 20% കെട്ടിവെച്ച തുക അന്യായക്കാരന് നഷ്ടപരിഹാരമായിട്ട് അപ്പോൾ തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചെക്ക് കേസിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ആദ്യം കെട്ടിവെച്ച 20%-ന് പുറമെ വീണ്ടും ഒരു 20% ഈ എമൗണ്ടിന്റെ ചെക്ക് സംഖ്യയുടെ 20% വീണ്ടും കെട്ടിവെക്കണം. എന്നാൽ മാത്രമേ അപ്പീൽ സ്വീകരിക്കുള്ളൂ.
അപ്പൊ ഇത് ചെക്ക് കേസ് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുതിയ നിയമമാണ്. പക്ഷെ ഇപ്പോ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കോവിഡ് മൂലം ഇത്തരം പിന്നെ ഈ ആനുകൂല്യങ്ങളൊന്നും ഇപ്പൊ ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. അത് പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന അമെന്റ്മെന്റ് ആണ്, 148 വന്ന അമെന്റ്മെന്റ് ആണ്. ഇപ്പോ ഈ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് പുതിയ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇത് വന്നിരുന്നു. ഇപ്പോ ഈ കോവിഡ് മഹാമാരിയൊക്കെ വന്നതിന് ശേഷം സെൻട്രൽ മിനിസ്ട്രി ഒരു പുതിയ ഒരു ഓപ്ഷൻ ഇട്ടിരുന്നു. അതായത് ഈ ചെക്ക് കേസിലെ ക്രിമിനൽ ലയബിലിറ്റി ഒഴിവാക്കിയിട്ട് വെറും സിവിൽ ലയബിലിറ്റി മാത്രം ആക്കണം. അതിനെതിരെ കോമേഴ്സ് തന്നെ ഒരുപാട് നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ, പിന്നെ വക്കീലന്മാരും പിന്നെ ഈ ബിസിനസ് പിന്നെ ആളുകളും പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പിന്നെ ഹർജികൾ കൊടുത്തിരുന്നു. ചേംബർ ഓഫ് കോമേഴ്സ് ഒന്നും അങ്ങനെ നമ്മൾ ഹർജി കൊടുത്തിരുന്നു. അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സിവിൽ നിയമമല്ല, ഇപ്പൊ പിന്നെ സിവിൽ നിയമം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോ നമ്മള് സാധാരണ ഒരു ചെക്ക് കേസില് പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, സാധാരണ ഒരു പ്രോസിക്യൂഷൻ ഒരു ക്രിമിനൽ കുറ്റത്തില് പ്രോസിക്യൂഷനാണ് കേസ് തെളിയിക്കേണ്ടത്. അന്യായക്കാരൻ കേസ് തെളിയിക്കണമെന്നാണ് ജനറൽ ആയിട്ടുള്ള നിയമം. പക്ഷെ ഒരു ചെക്ക് കേസില് പ്രതി കേസ് തെളിയിക്കണമെന്നാണ് നിയമം. അത് റിവേഴ്സ് ബേർഡൻ എന്നാ പറയാ. അതായത് പ്രതിക്കാണ് കേസ് തെളിയിക്കേണ്ട ചുമതല. അതായത് ഞാൻ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അല്ല കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിനല്ല കൊടുത്തത്, ഞാൻ യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യത്തിന് കൊടുത്തത്, അല്ലെങ്കിൽ വേറൊരാൾക്കാണ് ആ ചെക്ക് കൊടുത്തത്, ആ ചെക്ക് ഇയാൾ ദുരുപയോഗം ചെയ്തതാണ് എന്നീ കാര്യങ്ങള് പ്രതി സമർത്ഥിച്ച് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ചെക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ അതിനും കുറെ റൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. എങ്കിലും നോർമലി അതാണ് നിയമം. പിന്നെ ഒരു ചെക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റും? അതായത് നോർമൽ കേസില് ചെക്ക് ഒപ്പിട്ട ഒരു ചെക്ക് നമ്മൾ ഒപ്പിട്ട് വെച്ചു എന്നെങ്കിൽ കരുതുക, അല്ലെങ്കിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച ഒരു ചെക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് ഉടനെ ബാങ്കിൽ പോയിട്ട് ഒരു സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കണം. സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചെക്ക് ആരെങ്കിലും ദുരുപയോഗം ചെയ്താല്, അത് ചെക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മള് പിന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദം കൊടുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചെക്ക് കിട്ടുന്ന ആൾക്ക് അത് ദുരുപയോഗം ചെയ്ത് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കുന്നതോ നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ഒരു എഫ്ഐആറും കൊടുക്കാം, എഫ്ഐആർ ഇടാം, പോലീസിൽ പരാതിയും കൊടുക്കാം. ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് പേയ്മെന്റ് മിനിമം നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ചെക്ക് നഷ്ടപ്പെട്ട ചെക്ക് നമുക്ക് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തതുകൊണ്ട് മാത്രം നമുക്കെതിരെ ഒരു കേസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല്, സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കുന്ന ആളുകളുണ്ട്, ചെക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ചെക്ക് നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഇടപാട് തീർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് പേയ്മെന്റ് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആ കാര്യം സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തത് കൊണ്ട് മാത്രം കേസിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നല്ല, പക്ഷെ അത് കൃത്യമായിട്ട് കോടതിയിൽ തെളിയിച്ചാൽ അത് നഷ്ടപ്പെട്ടതാണോ, അതോ കളവ് പറഞ്ഞതാണോ, അത് ചെക്ക് കൊടുത്തതിന് ശേഷം ഒരു പുതിയതായിട്ടുണ്ടായ ഒരു നിയമോപദേശമോ മറ്റോ കിട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തതാണോ, ഇതൊന്നും പിന്നെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ആ കേസിന്റെ ഫാക്ട്സ് അനുസരിച്ചിരിക്കും. ഓരോ കേസിലും എത്രത്തോളം അത് തെളിയിക്കാൻ പറ്റും. എന്തായാലും ചെക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഒരു സ്റ്റോപ്പ് പേയ്മെന്റ് പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ചെക്ക് കേസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോ 1 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ചെക്ക് കേസിൽ ചിലപ്പോൾ ബ്ലാങ്ക് ചെക്ക് വാങ്ങിയിട്ട് നമ്മളൊരു 10 ലക്ഷം ആക്കി കൊടുക്കും. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, യഥാർത്ഥത്തില് ഈ നമുക്ക് 10 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുക്കാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം കോടതി. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു എമൗണ്ട് എഴുതി വെച്ച് 1 ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കോടതിയിൽ കൺസിഡറേഷൻ കൊടുത്തത് പ്രൂവ് ചെയ്താൽ, ഒരുപാട് ഹൈക്കോടതി സുപ്രീം കോടതി ഡിസിഷൻസ് ഉണ്ട്, കൺസിഡറേഷൻ എത്ര എമൗണ്ടിന്റെ സോഴ്സ് എവിടെ നിന്നാണ്. ഇപ്പൊ 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു വിറ്റതാണോ എന്താണോ, എന്തായാലും അത് തെളിയിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ സംഖ്യ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുലിവാല പിടിക്കും. അതുപോലെ
ഇപ്പോ നിങ്ങൾക്ക് അധികം നമുക്കത് പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഈ ബിസിനസ് ട്രാൻസാക്ഷനിലും നമ്മളിപ്പോ പിന്നെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നമുക്ക് കിട്ടാനുണ്ടെന്ന് വരിക. നമ്മുടെ അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് അത് ആ എമൗണ്ട് കാണിക്കുകയും ചെയ്യും. അത് പിന്നെ ഇന്ന ആൾക്ക് എന്താണെന്ന് കിട്ടാനുള്ളതാണ്. പക്ഷെ നമ്മൾ ചെക്ക് ബാങ്ക് ചെക്കാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ചിലപ്പോൾ അയാൾക്ക് പിന്നെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംഖ്യ കൂട്ടി എഴുതും. ആ കൂട്ടി എഴുതുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതായത് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ആവുമ്പോൾ പിന്നെ ആ ബിസിനസ് ട്രാൻസാക്ഷനിൽ ശരിക്കും നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും കാണിക്കണം. ആ കാണിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇത്രയും ഇടപാട് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പൈസയും പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല. കാരണം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടും ഈ കോടതിയിൽ പറയുന്ന എമൗണ്ടും ടാലി ആവണം. അത് ടാലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്കിൽ പറഞ്ഞ സംഖ്യ നമ്മൾ ദുരുപയോഗം ചെയ്താൽ കൂടുതൽ കുട്ടി എഴുതിയതാണ് എന്നുള്ള അത് ആ കേസ് പരാജയമായി പോകും. പിന്നെ ഒരു പരാതിക്കാരൻ പരാതി കൊടുത്തതിന് ശേഷം മരണപ്പെട്ടു പോവുക അതൊക്കെ സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോ പിന്നെ സാധാരണ ഒരു ക്രിമിനൽ കേസ് പരാതിക്കാരൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പരാതി ഏകദേശം ഇല്ലാത്തതുപോലെയാണ്. കാരണം അയാളെ ഇങ്ങോട്ട് അടിച്ചു പിടിച്ചു എന്നൊക്കെയാണ് കേസ് എന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടു പോയി അയാൾ പറയാനില്ലെങ്കിൽ വേറെ ആരും ഇല്ലല്ലോ. പക്ഷെ ചെക്ക് കേസിൽ അങ്ങനെയല്ല. ചെക്ക് കേസിൽ അവരുടെ അവകാശികൾക്ക് ആ കേസ് തുടർന്ന് നടത്താൻ പറ്റും. അത് തുടർന്ന് നടത്തി കഴിഞ്ഞ് അവർക്കത് ആ ഇടപാട് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിധിയായി കിട്ടും. ആ അവകാശികൾക്ക് ആ പൈസ വസൂൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ ചെക്ക് കേസ് നിൽക്കൂ എന്നുള്ള പല ആൾക്കാർക്കും സംശയമുണ്ട്. അക്കൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്ത ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോ അക്കൗണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായാൽ മതി. അക്കൗണ്ട് പിന്നെ നമ്മളിപ്പോ ആദ്യം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ അക്കൗണ്ട് പൈസ ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് കേസ് നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കാലത്ത് അക്കൗണ്ട് ഉണ്ടായാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആ അക്കൗണ്ട് ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ചെക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ചില ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നടക്കില്ല. അതാണ് ഇപ്പോഴത്തെ കാര്യം. പിന്നെ നമ്മള് ചെക്ക് കേസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മൾ ലീഗലി എൻഫോഴ്സബിൾ ഡെപ്റ്റ് ആവും. അതായത് ലീഗലി നമുക്ക് ഇപ്പൊ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തു, അതിലേക്ക് ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞാല് അത് ലീഗലി എൻഫോഴ്സബിൾ അല്ല. നിയമപരമായിട്ട് വസൂൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ മാത്രമേ ചെക്കായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ വസൂൽ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ പല ധനകാര്യ സ്ഥാപനങ്ങളും അമിതമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഈടാക്കിയിട്ട് ഇപ്പൊ നമ്മള് ചിട്ടി പിടിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പിന്നെ പല മണി ലെൻഡിങ് സ്ഥലത്തൊക്കെ ചെക്ക് കേസുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ 18% പലിശയ്ക്ക് അവർ ഈടാക്കിയിട്ടുണ്ട്. ഇത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് ഒരു മണി ലെൻഡിങ് നടത്തുമ്പോൾ നിയമപരമായിട്ട് 10% അല്ലെങ്കിൽ ഇത്ര ശതമാനമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 2% കൂട്ടിയിട്ട് മാത്രമേ പലിശ ഈടാക്കാൻ പാടുള്ളൂ. പിന്നെ 10% നിയമപരമായി ഈടാക്കാൻ പറ്റുന്ന ബാങ്കിന് ഈടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 12% മാത്രമേ ഒരു ധനകാര്യ സ്ഥാപനത്തിന് ഈടാക്കാൻ. അതിലേറെ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. അതിനൊരു നോൺ മണി ലെൻഡിങ് ആക്ട് പ്രകാരം വന്നിട്ടുണ്ട്. പിന്നെ ഒരു കമ്പനിക്കെതിരെ കേസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു മാനേജർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, അവരുടെ ഡയറക്ടേഴ്സ്, ഇവരൊക്കെ കക്ഷിയാക്കാൻ പറ്റും. അവരൊക്കെ നമുക്ക് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവരൊക്കെ ഈ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയണം. അത് പ്രൂവ് ചെയ്യണം. അപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് 5 പേരുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡീലിൽ ഒരാൾ മാത്രമാണ് ചെക്ക് കൊടുക്കുന്നത്, ഒരാൾ മാത്രമേ ചെക്ക് കൊടുത്തുള്ളൂ എന്ന് കരുതാം. പക്ഷെ ആ പാർട്ട്ണർഷിപ്പിലെ എല്ലാ പാർട്ട്ണർമാരെയും നമുക്ക് വേണമെങ്കിൽ പ്രതിയാക്കിയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാല് ആ പാർട്ട്ണർഷിപ്പില് വരുന്ന ആ 5 പേരാണ് അല്ലെങ്കിൽ 10 പേരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് ഹാൻഡിലുള്ള ആളുകളാണ്. ഇൻചാർജ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ കമ്പനി ഓർ ഫേം. അവരെ ബിസിനസ്സുമായി ഇൻചാർജുള്ള ആളുകളാണ് എന്ന് നമ്മളൊരു അവൺമെന്റ്സ് പരാതിയിൽ വെച്ചാല് അവരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കേസുകൾ
സെറ്റിൽ ചെയ്യാനും കൂടുതൽ സാധ്യതയുണ്ട്. അതൊരു ട്രിക്കും കൂടിയാണ്. പിന്നെ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഞാനും പിന്നെ വൈഫ് അല്ലെങ്കിൽ നമ്മളൊക്കെ ജോയിന്റ് അക്കൗണ്ട്സ് പല ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവും. ഇതില് ഒരാള് ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തു. ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് കൊടുത്ത പിന്നെ ജോയിന്റ് അക്കൗണ്ടിലുള്ള മറ്റേ ആളുടെ, അതായത് പാർട്ട്ണറെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരാവും, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആവും, പിന്നെ പാർട്ട്ണർമാരാവും, ആരാണെങ്കിലും അവർക്ക് ലയബിലിറ്റി ഉണ്ടോന്ന്. അതാദ്യം അവർക്ക് ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത്, പിന്നീട് ഇത് കോടതി പറഞ്ഞത് ജോയിന്റ് ലയബിലിറ്റി ഇല്ല, ജോയിന്റ് അക്കൗണ്ടിലുള്ള ആൾക്ക് ആരാണോ ചെക്ക് പിന്നെ സൈൻ ചെയ്തത് അയാൾക്ക് മാത്രമേ ആ ലയബിലിറ്റി ഉള്ളൂ. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ഇയാൾക്ക് പിന്നെ സൈൻ ചെയ്ത ആൾക്ക് മാത്രമേ ലയബിലിറ്റി വരുള്ളൂ. പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ചെക്ക് നമ്മൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത് അധികവും ആളുകളും വാങ്ങുന്നത് ബ്ലാങ്ക് ചെക്കായിരിക്കും. പക്ഷെ അത് അത്ര സേഫ് അല്ല. ഈ ബ്ലാങ്ക് ചെക്ക് വാങ്ങുന്നത് ഒരു പരിധിവരെ നല്ലതാണെങ്കിലും പല കാര്യങ്ങളിലും സേഫ് അല്ല. കാരണം എന്താ വെച്ചാല് അത് പല കാര്യത്തിനും ദുരുപയോഗം ചെയ്ത്, ഇപ്പൊ അധികം മണി ലെൻഡിങ്ങും വട്ടിക്കാരും ഈ കുബേരയൊക്കെ ഉണ്ടായ സമയത്ത് ഈ അധികം ഇവര് ചെക്ക് ദുരുപയോഗം ചെയ്ത ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് എന്തോ കാശ് കിട്ടുന്നതിന് പകരം ഇഷ്ടംപോലെ പൈസ തോന്നിയ പോലെ എഴുതി ചേർത്ത് ചെക്ക് പ്രസന്റ് ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് കോടതികൾ എപ്പോഴും പിന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ചെക്കിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ എഴുതുന്ന ആളുടെ പേരും പിന്നെ വാങ്ങുന്ന ആളുടെ പേരും സംഖ്യയും ഒക്കെ ചെക്ക് ഒപ്പിടുന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് എപ്പോഴും സേഫ്. പക്ഷെ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാല്, ഇന്ന് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടാൻ അയാള് ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ പൈസ ഈ അന്ന് കറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നഷ്ടം വരാം. അപ്പോ നമ്മൾ കുറച്ച് സംഖ്യ ഇനി നഷ്ടത്തിലേക്കും കൂടി കൂട്ടി എഴുതാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു ബ്ലാങ്ക് ചെക്കും കൂടി വാങ്ങിക്കുക. കാരണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ചെക്കും കൂടി പ്രസന്റ് ചെയ്യാം. പക്ഷെ കഴിയുന്നതും ചെക്ക് പിന്നെ ഒപ്പിടുന്ന ആളുടെ കൈപ്പടയിൽ തന്നെ എഴുതുന്നതാണ് സേഫ്. അല്ലെങ്കിൽ നമ്മളത് ദുരുപയോഗം ചെയ്തതാണ്, എഴുതി ചേർത്തതാണ്, യഥാർത്ഥത്തിൽ അത്ര സംഖ്യ ഇല്ല എന്നൊക്കെ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടി വരും. സാബു സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? കേൾക്കുന്നുണ്ടല്ലോ? സാബു സാർ, നമ്മളിപ്പോ ഈ പല കമ്പനികൾക്കും നമ്മൾ കുറെ മുൻപ് മുതൽ തന്നെ ചെക്കുകൾ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ചില കമ്പനികളൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആ ചെക്ക് ഉണ്ട്, ബ്ലാങ്ക് ചെക്ക് തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മള് ഇടപാടുകളെ തീർക്കാത്ത ചെക്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോ ഇപ്പോ സപ്പോസ് കമ്പനികൾ നിർത്തിപ്പോയ കമ്പനികളാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ചില കമ്പനികളൊന്നും ഇപ്പൊ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റോക്ക് മെമ്മോ അല്ല, നമ്മൾ ആക്ച്വലി ആളുകൾ തീർത്തിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത ഒന്നോ ക്യാഷോ ഒന്നും കൊടുക്കാനില്ല. പക്ഷെ നമ്മൾ കുറെ മുമ്പ് തന്നെ പല കമ്പനികൾക്ക് പല രീതിയിലുള്ള ചെക്കുകൾ കൊടുത്തു പോയിട്ടുണ്ടല്ലോ, ഒരുപാട് കാലം ആയിട്ട്. പക്ഷെ അത് നമ്മൾ തന്നെ പിന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് അങ്ങനെ ഇപ്പൊ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ആ ചെക്കുകൾ ഉണ്ടാവും, പഴയ ചെക്കുകള്. അപ്പൊ ഇതിന് ഈ ചെക്കിന് എന്തെങ്കിലും വാലിഡിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിന് മുൻപ് ഇത്ര ഡേറ്റിന് മുൻപ് ഞാൻ കൊടുത്ത എല്ലാ ചെക്കുകളും ഇനി വാലിഡ് അല്ല എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ നടപടി എടുക്കാനോ കഴിയോ? 2 വർഷം മുൻപത്തെ എന്റെ ഒരു ചെക്കും ഇനി വാലിഡ് അല്ല, അങ്ങനത്തെ ഞാനൊരു സ്കോപ്പ് ചോദിക്കാണ്. ഞാൻ പറഞ്ഞത് ചെക്കിൽ നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ടാണ് ചെക്ക് കൊടുത്തത്? അല്ല, ഡേറ്റ് ഇല്ല, ബ്ലാങ്ക് ചെക്ക് അല്ലേ? ഡേറ്റ് ഇല്ലാത്ത ചെക്കുകളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെക്ക് നമ്പർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, ചെക്ക് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആണ്. നമ്മള് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ പെട്ടുപോകും. കാരണം ആർക്ക് വേണമെങ്കിലും ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഈ ചെക്കുകൾ ആണെങ്കിൽ നമ്മൾ ബാങ്കിനെ ഇൻഫോം ചെയ്യണം. ആ ചെക്ക് ഒരിക്കലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ആ ചെക്കിന്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരിക്കലും വെറുതെ ചെക്ക് പിന്നെ കാഷ്വൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമില്ല. ചെക്ക് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ചെക്ക് നമ്പർ നമ്മൾ നോട്ട് ചെയ്തണം. ആ ചെക്ക് നമ്പർ വെച്ചിട്ടാണ് ഇന്ന ആൾക്ക് ഞാൻ കൊടുത്തുള്ളത്, ഈ ചെക്ക് നമ്പർ മുതൽ ഇന്ന ചെക്കാണ് ഞാൻ. ഇപ്പോൾ ഫിനാൻസ് കമ്പനിയിലേക്ക് നമ്മളിപ്പോൾ പേയ്മെന്റിന് റീപേയ്മെന്റിനൊക്കെ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറുകൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്കിൽ അറിയിച്ചാൽ
നമുക്ക് പിന്നീട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ചെക്കുകൾ തന്നെ നിങ്ങൾ പല കമ്പനികൾക്കും ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ആ ചെക്കുകൾ ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി വിചാരിച്ച ആ ചെക്ക് വേണമെങ്കിൽ വേറെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ആ ചെക്കിലാണ് ഫില്ലപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പുതിയ ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 1 കോടി കൊടുക്കാണ്ടോ, 1 ലക്ഷം കൊടുക്കാണ്ടോ, 10 ലക്ഷം കൊടുക്കാണ്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെക്ക് നമ്മൾ ക്യാഷിലായിട്ട് ഡീൽ ചെയ്യരുത്. ചെക്ക് ഡീലിങ് കഴിഞ്ഞ ഉടനെ തന്നെ ചെക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ അത് ബാങ്കിൽ അറിയിക്കണം ആ ഇടപാട് തീർത്തിട്ടുണ്ട്. ആ ചെക്ക് പ്രകാരം ഈ ചെക്ക് ഇനി എൻകാഷ് ചെയ്യരുത്, ആ ചെക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ചെക്ക് കൊടുത്ത ചെക്കുകളുടെ ഡേറ്റ് ഇത് ഓർമ്മ വേണം, നമ്പർ ഓർമ്മ വേണം. അതുണ്ടാവില്ലല്ലോ, അധികം ഉണ്ടാവും. ആ ചെക്ക് ലീഫും ഉണ്ടാവും, അതിന്റെ ബുക്കിലുണ്ടാവും. അതിന്റെ ഉണ്ടാവും. അതെല്ലാരും അത് നോട്ട് ചെയ്യാത്തത് കൊണ്ട് അവസാനം നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മളത് ഒരു ഇതാക്കി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തരും ഇങ്ങനെ കൊടുത്തരും, അത് മുൻകൂട്ടി ചെയ്യും. നമ്മള് ഒരു പാർട്ടി നമുക്ക് ചെക്ക് തന്ന് റിട്ടേൺ ആയതാണ്. അത് എത്ര മാസം കഴിഞ്ഞാൽ, അപ്പൊ 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെക്ക് കൊണ്ട് കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ചെക്കില് ഡേറ്റ് ചെക്ക് മടങ്ങിയ ചെക്കാണ്. അതില് നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ഒരു സിവിൽ കേസ് കൊടുക്കാൻ പറ്റും. അതായത് സിവിൽ കേസ് കൊടുത്താൽ ഇതെന്താ വെച്ചാൽ 2 ഇതുള്ളത്. ഒന്ന്, നമുക്ക് അയാളുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അത് വസൂൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ക്രിമിനൽ കേസ് പക്ഷെ കഴിയുന്നതും ചെക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കാൻ നോക്കുകയാണ് നല്ലത്. എന്നാൽ നമുക്ക് പേയ്മെന്റ് ഇപ്പൊ ഒരു സിവിൽ കേസ് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് പറഞ്ഞ എമൗണ്ടിന്റെ 10% നമ്മൾ കോടതിയിൽ കെട്ടി വെക്കും. നല്ലൊരു സംഖ്യ വരും. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. പക്ഷെ അത് ക്രിമിനൽ കേസ് ആണെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസ് വരില്ല. മാത്രമല്ല അത് വാറണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് ചിലപ്പോൾ തീർന്നു പോകും. സിവിൽ കേസ് ആവുമ്പോൾ നമുക്ക് അവരുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൈസ കെട്ടിവെച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം എന്താ വെച്ചാല് ആ പറഞ്ഞ നമ്മൾ കെട്ടിവെച്ച കാശും കൂടി ഈ പ്രോപ്പർട്ടിന്ന് ജപ്തി ചെയ്ത് വസൂൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നഷ്ടമൊന്നും വരില്ല. പക്ഷെ പ്രോപ്പർട്ടി വേണം. പ്രോപ്പർട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡർ ഒരു കുറുക്കനാമനെ കിട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ കൊണ്ടെടുക്കാനേ പറ്റുള്ളൂ, ഒന്നിനും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അത് വസൂൽ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞ പ്രോമിസറി നോട്ട് ഇല്ലേ? പ്രോമിസറി നോട്ട് 1 മന്ത്, 1 മാസം കൊണ്ട് പേയ്മെന്റ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? 1 മാസം എന്നല്ല, അത് നമ്മൾ എഴുതുന്നത് പോലെയാ. നമുക്ക് 1 മന്ത് ആഫ്റ്റർ ആക്കാം, അല്ലെങ്കിൽ 6 മന്ത്സ് ആഫ്റ്റർ ആക്കാം. മെയിൻ ആയിട്ട് പ്രോമിസറി നോട്ടിന്റെ ഇതെന്താന്ന് വെച്ചാല് ഓൺ ഡിമാൻഡ് എന്നാണ്. ഓൺ ഡിമാൻഡ്. അത് അൺകണ്ടീഷണൽ ഡിമാൻഡ് അണ്ടർടേക്കിംഗ് ആണ്. നിങ്ങൾ എപ്പോ ആവശ്യപ്പെട്ടാലും ഞാൻ തരാം എന്നാണ്. അതിനെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പാടില്ല. ഇപ്പോ 100 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ 100 രൂപ ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും തരാം. ഐ പ്രോമിസ് ടു പേ 100 rupees ഓൺ ഡിമാൻഡ് ഓർ ടു ദ ബെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോ ആവശ്യപ്പെട്ടാലും. പക്ഷേ അത് എനിക്ക് തരാനുള്ള 50 രൂപ കഴിച്ചിട്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോമിസറി നോട്ടില്ല. അതിന് ടൈമില്ല, എപ്പോഴും ഓൺ ഡിമാൻഡ് ആണ്. പക്ഷെ അതിന് 3 years ഉണ്ട് വാലിഡിറ്റി. അത് എല്ലാ സിവിൽ ലയബിലിറ്റിയും 3 വർഷമാണല്ലോ. അതുപോലെ പ്രോമിസറി നോട്ടിനും 3 വർഷമാണ് നിയമപരമായിട്ട് അതിന്റെ വാലിഡിറ്റി. അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ആണ് അതുവരെ, എപ്പോ ആവശ്യപ്പെട്ടാലും തരാന്നാണ്. അതൊരു മാസം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു കണ്ടീഷൻ, അൺകണ്ടീഷണൽ പേയ്മെന്റ് ആണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ഓൺ ഡിമാൻഡ് കൊടുക്കാന്നാണ്. പാർട്ടിക്ക് അടിക്കുന്ന ഇൻവോയ്സ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അടിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർക്ക് അടിക്കുന്ന ഇൻവോയ്സ് നമുക്ക് ഈ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് പ്രോമിസറി നോട്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇൻവോയ്സിനെ പ്രോമിസറി നോട്ടാക്കാൻ പറ്റുമോ? കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട്, പക്ഷെ അതിനൊരു കറക്റ്റ് ഫോം ഉണ്ട്. അത് തെറ്റിച്ച് കൊടുക്കാൻ പറ്റില്ല. അത് കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട് ഉണ്ട്. ഈ ബാങ്കിലും കൊടുക്കുന്നത് പ്രോമിസറി നോട്ട് ഉണ്ടല്ലോ. ബാങ്ക് നമ്മൾ ലോൺ തരുമ്പോഴും പ്രോമിസറി നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനിലും, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനിലും ഒക്കെ പ്രോമിസറി നോട്ട് കൊടുക്കുക. ഒരു കടം കൊടുക്കുന്നത് മാത്രമല്ല. ഇപ്പൊ നമ്മള് ഇപ്പോ ഈ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് എപ്പോ വേണമെങ്കിലും തിരിച്ചു തരാം എന്നുള്ളതാണ്.
അങ്ങനെ നമ്മളിപ്പോ പക്ഷെ ഈ പ്രോമിസറി നോട്ടും കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറഞ്ഞാല് പ്രോമിസറി നോട്ടിനെക്കാട്ടും നല്ലത് നമ്മൾക്കൊരു ചെക്ക് വാങ്ങായിരിക്കും. കാരണം എന്താ വെച്ചാൽ പ്രോമിസറി നോട്ടിൽ സിവിൽ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മള് ചെക്ക് കേസ് ഒരു കൊടുത്ത കേസിൽ തന്നെ ഇന്റർസ്റ്റേറ്റ് സെയിലാണ്. അതില് പിന്നെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊടുത്തതാണ്. പക്ഷെ അറസ്റ്റ് വാറന്റ് വരെ എത്തി. പക്ഷെ ആളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇവിടുന്ന് നമ്മൾ പോയി അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. പെരിന്തൽമണ്ണ കോടതിയിൽ കൊടുത്തൊരു സംഭവം. പക്ഷെ ആളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ നമുക്ക് ഇനി എങ്ങനെയാണ് ഫർദർ അത് കൊടുത്തത്? പിന്നെ ക്രിമിനൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നു, സിവിൽ ആവാനാണ് സാധ്യത. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. 2 വർഷത്തിന്റെ മേലെ. പിന്നെ കൊറോണ കാരണം പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ പോയി. ഏത് കോടതിയിലാണ് കേസ്? പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണോ മുനിസിപ്പൽ കോടതിയിലാണോ? അത് സിവിലാണോ ക്രിമിനലാണോ അറിയാനാ? അതങ്ങനെ ചോദിച്ചാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കുഴപ്പമില്ല. പിന്നെ അതായത് പിന്നെ വാറണ്ട് ആയിട്ടുണ്ട്. വാറണ്ട് ആയി, ഒരു വട്ടം വാറണ്ട് ആയി. നമ്മൾ പോയി അത് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. വാറണ്ടിന്റെ കാലാവധി കഴിഞ്ഞു വന്നു. പിന്നെ തിരിച്ച് 2ാമത് വാറണ്ട് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ മടങ്ങി. പിന്നെ വാറണ്ട് വാങ്ങിച്ചിട്ടില്ല. കാരണം പിന്നെ കൊറോണന്റെ പ്രശ്നം വന്നിട്ട് അങ്ങനെ ഇതായി പോയതാണ്. വാറണ്ട് നമ്മൾ കയ്യില് പിന്നെ വാങ്ങിക്കാണ് ഈ കേസുകളിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് പിന്നെ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാല് നമ്മൾ കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെയ്യിക്കണം. അത് ഇന്റർസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആളെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധി. അപ്പൊ നമ്മളൊരു ഇന്റർസ്റ്റേറ്റിലുള്ള ഒരു പിന്നെ പ്രതിയുടെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ, പുറത്തുള്ള ഒരാളുടെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ അയാളുടെ പോലീസ് സ്റ്റേഷന്റെ പരിധി നമ്മൾ ശരിക്കും പരാതി തന്നെ ചേർക്കും. ആ പോലീസ് സ്റ്റേഷനിലാണ് ഇവരുടെ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് കേസ് കൊടുത്തത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കമ്പനിന്റെ പേരിൽ കൊടുത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ കമ്പനിന്റെ അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കമ്പനിന്റെ ചെക്ക് ആയിരുന്നു, അവരുടെ കമ്പനിന്റെ ചെക്ക് ആയിരുന്നു. പക്ഷെ കമ്പനി മാത്രം പ്രതിയാവൂല. കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. കമ്പനിനെ റെപ്രസെന്റ് ചെയ്യാൻ മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ഒക്കെ ഉണ്ടാവും. അത് ഉണ്ടാവില്ലോ. അപ്പൊ അവർക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. പിന്നെ പക്ഷെ നിങ്ങളുടെ പ്രൊപ്പറേറ്റർ ആണോ? നമ്മളത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് കമ്പനി എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാനേജിംഗ് കമ്പനിയുടെ അതർ ഡയറക്ടേഴ്സോ ആരൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് പ്രതിയാക്കാം. ആ പറഞ്ഞ ആളുകളെ ആരെ വേണമെങ്കിലും നമുക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതും പ്രൊപ്പറേറ്റർഷിപ്പ് ആവാനാണ് സാധ്യത. കാരണം ഒരു പേരുടെ വ്യക്തിയുടെ പേരിലാണ്. നമ്മളുടെ അദ്ദേഹത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കേസ് ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് പിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു ന്യായങ്ങളാണ്. കാരണം പിന്നെ നമുക്ക് ഇന്റർസ്റ്റേറ്റ് ആയതുകൊണ്ട് കർണാടക നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളിത് ഒരു ദിവസം തന്നെ മെനക്കെടേണ്ടി വരും. അപ്പോ നമ്മൾ വാറണ്ട് കയ്യിൽ വാങ്ങിയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ചിലപ്പോ പോലീസ് സ്റ്റേഷനിലെ പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേഷനും കൂടി ആവുമ്പോ പിന്നെ നമുക്ക് പറയണ്ടല്ലോ, അവര് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആളുകളായിരിക്കും. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അങ്ങനെ നടത്തിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കേസുകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ആ കേസ് ലേറ്റ് ആയി പോയി കരുതി പിന്നെ ആ കേസിന്റെ സ്ട്രെങ്തിനൊന്നും പ്രശ്നം വരുന്നുണ്ടല്ലോ. അത് നമ്മള് ഇനിയിപ്പോ ഈ ഒരു കൊറോണ കാരണം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാറണ്ട് ആയി കഴിഞ്ഞാൽ വാറണ്ട് തന്നെയാണ്. അത് ലൈഫ് ലോങ് അവിടെ ഉണ്ടാവും. അതൊരിക്കലും പിൻവലിഞ്ഞു പോകില്ല. ശരി ശരി ശരി. അത് വാറണ്ട് ആയി കഴിഞ്ഞാൽ അത് നിലവിലുണ്ടാവും. നമ്മൾ കുറച്ച് ലേറ്റ് ആയി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ലേറ്റ് ആക്കുന്ന കാര്യം നമുക്ക് ആർക്കും കാര്യമില്ല, നമുക്ക് ബെനിഫിറ്റ് ഇല്ല. ശരിയാണ്. കാരണം പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് പോകാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നമുക്ക് പറയാൻ വയ്യ. അതുകൊണ്ട് പേടിക്കേണ്ട കേസൊന്നുമില്ല. വാറണ്ട് ആണെങ്കിൽ ഡോണ്ട് വെറി, അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തീരുമാനമാവും. പക്ഷെ നമ്മളൊന്നും ചിലപ്പോ ഒരു ട്രിപ്പ് പോണ പോലെ ഇതും വാറണ്ടും കൊണ്ട് പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ആളുകളെ കണ്ടുപിടിച്ച് അവിടെ കുറച്ച് ലോക്കൽ ആളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കേസ് തീരുമാനമാവും ചെയ്യും. ഹലോ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം. ആദ്യമായിട്ട് താങ്ക് യു അഡ്വക്കേറ്റ് സാബു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ ഓഫ് യോഴ്സ് ഓൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്സ്. റെസ്പെക്റ്റഡ് പ്രസിഡന്റ്, ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഈവനിങ്, head of Kerala chapter PT, K.V SABU, dear members and members of the ED club. We are through the second wave of COVID-19 and on the second lockdown. In fact, this lockdown has given us the initiative to start these kind of webinars. And we have been doing this for the last 1 year.
Today, we are very fortunate to have as our guest today, Shri SAVIO MATHEW, head of the Kerala Council, FICCI. Malappuram Chamber of Commerce, we got affiliated with FICCI around 2 years back. And since then, they have been very cooperative. They have been guiding us and supporting us in all aspects. And my special thanks to Mr. SAVIO MATHEW. He's always, anytime a president or from the office contact him, he's always been on the helping hand. And it is actually very glad to have him here today with us for this program. And before we begin with the session, I would just like to mention a few activities Chamber of Commerce we had done during this COVID period. We had been conducting seminars and classes on various informative subjects. We have been imparting knowledge in the latest and modern methods of trade. We have been educating our members about the recent trends and helping them to comply with the statutory obligations under various laws. We have been representing the difficulties and problems faced by the traders, business persons, and industrialists before various state and central government departments. We have been conducting a lot of skill development program, mainly on women empowerment. We have been supporting the district administration by all means during this flood and the pandemic. We've been intervening in matters for the development of a district. Moving on with respect, I would. It's my great privilege to welcome our chief guest of today's evening, Shri SAVIO MATHEW. On behalf of Malappuram Chamber of Commerce, I welcome you, sir, to this program. Thank you, Riaz. Yeah. Can I speak? One minute, sir, and a warm welcome to all of you who have been attending this previous program and this program also. May I now request our President, Shri K.V to address the gathering and to preside over the meeting. Thank you. Thank you, Babu. Respected Federation of Indian Chamber of Commerce and Industry today, Kerala Head, SAVIO MATHEW sir, and Secretary, Treasurer, and other members, ED Club members. Good evening. Sir, actually, നമ്മൾക്ക് ഗവൺമെന്റിലും സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും നമുക്ക് ധാരാളം പ്രാതിനിധ്യങ്ങളുണ്ട്. ഈ പ്രാതിനിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഫിക്കി ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിലും ഫിക്കിയെ ആയിട്ട് കൺസൾട്ട് ചെയ്യാതെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വാസ്തവമാണ്. സർ, ഞാൻ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ പ്രസന്റ് കണ്ടീഷനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോക്ക്ഡൌണുകളെല്ലാം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ലോക്ക്ഡൌൺ കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് റിസർവ് ബാങ്കിന്റെ കൺസിഡറേഷൻ എല്ലാ കാര്യത്തിലും കിട്ടുമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ആവുമ്പോൾ റിസർവ് ബാങ്കുകൾ അത് ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അത് ഗൗനിക്കുന്നില്ല. അതിനനുസരിച്ചുള്ള നമ്മുടെ ലോൺ പേയ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സിബിൽ റേറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ്സ് ലോൺ പേയ്മെന്റ്, ഈ കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന്, അതായത് RBIയുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഓരോരോ സ്റ്റേറ്റ് ആണ് ഇത് ലോക്ക്ഡൌൺ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇതൊന്ന് അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബാങ്കിങ്ങിന്റെ ടൈം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രവും, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനം ഒന്നിടവിട്ട ദിവസങ്ങളിലും സമയം 9 മണി മുതൽ 1 മണി വരെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്ന്, ബാങ്കുകളിൽ നമുക്ക് കയ്യിലുള്ള ചെക്കുകളോ എത്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കാനുള്ളവരുടെ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ക്ലിയറിങ്ങിന് വരുന്നു, ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ബാങ്ക് കംപ്ലീറ്റ് പൂട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, നമുക്കും വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാം. പക്ഷെ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വർക്കിംഗ് ആണ്, പക്ഷെ അവന് കളക്ട് ചെയ്യാനുള്ള, മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാനോ ഉള്ളതോ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ പ്രയാസം. അപ്പൊ ഇതിന് ഒന്നുകിൽ നമ്മൾ പറയുന്നത് ബാങ്കിങ് ടൈം മുഴുവൻ സമയങ്ങളിലേക്ക് ആക്കുക, ബാങ്കിലേക്ക് ആൾക്കാർക്ക് പോവാനും, ബാക്കിയുള്ള ബാങ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കടകൾ തുറക്കണം, അതല്ലാതെ വേറെ ഇതില്ല. പക്ഷെ നമ്മൾക്ക് പറയാനുള്ള പ്രധാന കാര്യം, ഈ ബാങ്കുകളിൽ വർക്കിംഗ് ആണെങ്കിൽ തന്നെ അവർക്ക് ക്ലിയറിങ്ങിനും മറ്റു കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വ്യവസായികൾ അനുഭവിക്കുന്നുണ്ട്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ RBIക്ക് പറ്റും എന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്യാം.
മറ്റൊരു കാര്യം, നമ്മൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ചെക്കുകൾക്ക് വളരെയധികം സമയം എടുക്കുകയാണ്. മുമ്പ് നമുക്ക് ക്ലിയറിംഗ് നെക്സ്റ്റ് ഡേ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് പിന്നെ ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കുകയാണ്. സെൻട്രലൈസ്ഡ് ക്ലിയറിംഗ് ആണെന്നാണ് ഇവർ ഇതിന് പറയുന്ന മറുപടി. അതുപോലെ തന്നെ ഈ പീരിയഡിൽ ഇപ്പൊ 15 ദിവസം ഓൾറെഡി നമ്മൾ പ്രയാസത്തിലാണ്. ഒരു അറ്റ്ലീസ്റ്റ് എല്ലാ പേയ്മെന്റിനുള്ള ഒരു മൊറട്ടോറിയെങ്കിലും ഈ പീരിയഡിൽ നമുക്ക് വാങ്ങിച്ചെടുക്കണം. ഇത്രയും പ്രധാന കാര്യങ്ങൾ ഈ സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഫിക്കി എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് സാറിന് നന്ദി. അതുപോലെ തന്നെ പിന്നെ എല്ലാ ഞങ്ങൾ ഏത് സമയത്ത് സെക്രട്ടറി പറഞ്ഞ പോലെ ഏത് സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടി റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സന്തോഷം സർ. ഞാൻ സാറിന്റെ സംസാരത്തിലേക്ക് പോകുന്നുണ്ട്. സാറിനെ ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ മെമ്പർ റോജ രവി, മിസ്സസ് റോജ രവി. ഞാൻ ക്ഷണിക്കുന്നു. റോജ രവി, പ്ലീസ്. Good evening, everyone. I thank Malappuram Chamber of Commerce for providing me the opportunity to introduce our honorable guest, Sir SAVIO MATHEW. Federation of Indian Chambers of Commerce and Industry, that is, in Kerala State Council, was revamped and inaugurated in July 2013 and started their operating from Kochi in October 2013. The organization has had significant presence in Kerala. Almost all major chambers of commerce and industry and trade bodies in Kerala are members of FICCI. Besides, various important business houses, industry and professionals are corporate or associate members of FICCI in Kerala. FICCI Kerala State Council works closely with the various departments of Government of Kerala, providing inputs on policy initiatives to the state government, organizing various events or programs for the promotion of trade and industry and investment in the state by connecting with potential investors situated in India and abroad. FICCI Kerala State Council offices functions with Mr. SAVIO MATHEW as the head, and he has more than 25 years of experience and exposure in trade and industry, including years of experience in shipping and logistics sector. I welcome you, sir, with all honor and glory. Thank you. Sir, please, you can proceed. Thank you, Anwar, President and the Secretary, and the other office bearers of Malappuram Chamber of Commerce of Industry. I'm a part of your fraternity. There's no need of formal introduction and formal welcome and all. In fact, I would love to be there at Malappuram had it not if there was no lockdown. Definitely, once the lockdown is over, definitely I would like to be there. Last time I had plans to come over there, but somehow it could not work it out. Thanks for the support and cooperation extended to FICCI by Malappuram Chamber of Commerce and Industry. As already mentioned, Malappuram Chamber of Commerce and Industry is always supportive, and also they are very proactive in trade and industry and taking up the legitimate grievance of the members. That is the most important part of any Chamber of Commerce and Industry. Before introducing about FICCI and myself and the activities, two things the President has already mentioned here. That is two issues which President has flagged. One is regarding that, of course, the banking working hours, and of course, other one is regarding the RBI issue. Okay. Now, first of all, regarding the lockdown scenario in India, and especially in Kerala, you must be all aware that now, yesterday also it is reported in the media also that now almost all these states, major states of India are in lockdown. And other states have imposed, partial lockdown also. That means currently the country is in a lockdown situation, all India basis. Though it is not officially declared as a lockdown by the national ways, it is as if it is a lockdown within all the states. That means RBI has definitely need to look into all these aspects. And you know that current situation also, a couple of months also ago, that RBI governor had addressed FICCI members also about various issues also. And we have also a committee called FICCI Finance Committee, and Finance Committee works very closely with the RBI on various issues. So definitely, wherever RBI's role is requiredly involved, wherever RBI's intervention is definitely involved, they will definitely take up the same with our finance division at the headquarters and take up this issue. But the issue which you are referring now is regarding the changing of banking hours, and also the recent
announced by the government of Kerala, making the working of the banks alternate days also. So you know that when this was introduced, I think 1 week ago, regarding the changing of the bank, almost not 2 weeks ago, by the state government, we had taken the matter of the chief secretary also, and there's a bankers committee also. So at that time, the chief secretary, what he had told me, this only would be only a temporary scenario. We will look into the same. But what has done after that also, now from today, from this week onwards, going to be alternate days. So tomorrow again, we will be taking the matter with the chief secretary. This is under state's purview. RBI need not intervene in this issue. Of course, we can highlight this matter with RBI. But first of all, let us see what is state government is going to do, because alternate days working of banking hours is very, very difficult. It will be very difficult for trade and industry to function. Except, as rightly pointed out the president, we will definitely take up the matter with the chief secretary tomorrow, and let us see what his opinion, what his suggestion from the side. And if it doesn't work out, definitely we'll take up the same with the RBI also. That is one thing. Second thing, you also mentioned about one more issue. If Anwar, you can highlight the one more issue you mentioned that was regarding the two issues you mentioned. Just note it down. Sir, first thing, the lockdown centralized central government RBI immediate intervention ഉണ്ടാവും. അല്ല, ലോക്ക്ഡൌൺ ഡെഫിനറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർഡ് ലോക്ക്ഡൌൺ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആർബിഐക്ക് ഡെഫിനറ്റ് ഇന്റർവ്യൂ ചെയ്യാം. ബിക്കോസ് ആസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്, ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ ലോക്ക്ഡൌൺ. ഇപ്പോഴത്തെ സ്റ്റേജ് നാഷണൽ ലോക്ക്ഡൌൺ അല്ല, പക്ഷേ ഇഫ് യു ലുക്ക് ഇൻടു ദി ഓൾ ഇന്ത്യ സിനാരിയോ, ഇറ്റ് ഇസ് ലൈക്ക് എ നാഷണൽ ലോക്ക്ഡൌൺ. Because central government has made it very clear they are not going to declare a national lockdown. Yes, ആ സമയത്ത് നമ്മുടെ ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനറ്റ് ആയിട്ട്. വേറെ ഒരു ഇഷ്യൂ കൂടി, വേറെ ഒന്ന് സർ, നമ്മുടെ ക്ലിയറിംഗ് നമുക്ക് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നത് ചെക്കുകൾ ക്ലിയറിംഗ് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലിയറിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോ 3 days 4 days വരുന്നു. എക്സാക്ട്ലി. ഈ ഇഷ്യൂ പലരും റേസ് ചെയ്തിട്ടുണ്ട്, അറിയാലോ ഒന്നാമത് സിനാരിയോ. ബിക്കോസ് ബാങ്കിന്റെ മാത്രമല്ല, സി നൗ ദ ലോട്ട് ഓഫ് അല്ലാതെ തന്നെ പല ആപ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് യു ഫൈൻഡ് വെദർ ഇറ്റ് ഈസ് നമ്മുടെ പല ആപ്സുകൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഏത് ആപ്പ് എടുത്തു കഴിഞ്ഞാലും തന്നെയാണെങ്കിലും, ഇപ്പൊ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും പല ആപ്സിലും ബാങ്ക്സ് എല്ലാം തന്നെ ഇവരുടെ ഒരു സിനാരിയോ, ദേ ഡോണ്ട് വാണ്ട് എൻകറേജ് ദിസ് ആപ്സ്. പക്ഷെ ഈ ആപ്സ് എല്ലാം വന്നേക്കുന്ന സിനാരിയോ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ബാങ്ക്സ് ഇന്റർനെറ്റ് ബാങ്കിങ് കൊണ്ട് ബാക്കിയെല്ലാം ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേഷണൽ സ്പീഡിംഗ് ഇഫക്ട്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ഇഫക്ട്സ് നോക്കുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇഫക്റ്റീവ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രൈവറ്റ് ആപ്സ് എല്ലാം തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ബാങ്കുകളിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഇഷ്യൂ ഓഫ് കോഴ്സ് വി നീഡ് ടു ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് അത് RBI അടുത്ത് നമുക്ക് ടേക്കപ്പ് ചെയ്യേണ്ടി വരും. ഇത്രത്തോളം ഡിലേ വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റൻസ് നിങ്ങളുടെ ഏരിയയിൽ വല്ലതും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും, ഡെഫിനറ്റ്ലി നമുക്ക് ലീഡ് ബാങ്ക് ഉണ്ട് കേരളത്തില്, ലീഡ് ബാങ്കിൽ നമുക്ക് ടേക്കപ്പ് ചെയ്യിക്കാം. അതുകൂടാതെ തന്നെ ഓഫ് കോഴ്സ് വി ക്യാൻ ഓൾസോ ഹൈലൈറ്റ് വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഇന്റർവെൻ ദിസ് ഇസ് എ സിറ്റുവേഷൻ. അത് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ബി റിയലി ഗുഡ്. Okay. So these are the two issues which raise, of course, എന്തെങ്കിലും issues ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് I will give an overall introduction about the FICCI. Most of the members will be aware of FICCI. It is the apex body of chambers of commerce and industry in the country. That was started by, as per the advice of the father of the nation, Mahatma Gandhi, in 1937. And of course, it is headquarters at New Delhi, and we have state offices functioning in almost all the states in India, and also we have the international offices. FICCI works in around 70 verticals. Advertising, തുടങ്ങി wellness വരെയുള്ള almost എല്ലാ verticals we operate, and in all these verticals we have the experts of the FICCI concerned research team also. And also we have the experts of industry. For example, our entertainment division is headed by Kamal Hassan, as well as all the major entertainment companies are also part of this committee. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can give a correct guidance to the central government as well as the state government. These are the things being faced by the industry and trade. These are the things which are the policy decision നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും we also give a recommendation to the respective governments and the bodies also. From central aspects also, we also have all international bodies FICCIയുടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് in India. For example, we have the BRICS ഉണ്ട്, ASEAN countries-ന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, then we have the recently BRIMS ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ FICCI function as a secretariat for them.
ഓൾസോ അത് കൂടാതെ നമുക്കൊരു IOA ഫോറം ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഫിലിംസ് അസോസിയേഷൻ, ഇന്റർനാഷണൽ റീജിയന്റെ ഇപ്പൊ ബിംസ്റ്റെക് ഉണ്ടോ, ഇതെല്ലാം തന്നെ ഫിക്കിയാണ് അതിന്റെ സെക്രട്ടേറിയറ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം വി ഹാഡ് ഇവന്റ് ഇൻ കേരള അബൌട്ട് ദിസ് ഒരു SYDP ഇവന്റ് ഉണ്ടോ, അത് IROയുടെ കീഴിലായിരുന്നു. വി ഹാവ് ദി ഓണറബിൾ ഫിഷറി മിനിസ്റ്റർ, അതുപോലെ കൺസേൺ IROയുടെ സെക്രട്ടറി ജനറൽ ഷീ കെയിം ഡൗൺ ഫ്രം ആഫ്രിക്ക ലാസ്റ്റ് ടൈം കൊച്ചിയിലാണ് ഇവന്റ് നടന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബോഡീസിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കൊപ്പം തന്നെ ഇന്റർനാഷണൽ സിനാരിയോയിൽ ഓൾ ദി മേജർ ഇന്റർനാഷണൽ countries-ന്റെ secretariat as well as the embassies, they work very closely with the FICCI. FICCI has got a huge international division under. International division is daily on a regular basis good rapport with the industries and the embassies are rapport ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇഫ് എ മെമ്പർ പെർട്ടിക്കുലർ, നമ്മുടെ ഈ കേരളത്തിലെ ഒരു മെമ്പറിന് ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു കൺട്രിയിൽ എന്തെങ്കിലും പേയ്മെന്റ് ഡിഫോൾട്ട് ഉണ്ടോ, ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡെഫിനറ്റ്ലി വി ക്യാൻ ഇന്റർവീൻ ത്രൂ ദി അസിസ്റ്റൻസ് ഓഫ് ദി റെസ്പെക്റ്റീവ് എംബസീസിന് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ വി ക്യാൻ ഓൾസോ ടേക്ക് അപ്പ് വിത്ത് ദി ലെജിറ്റിമേറ്റ് ഇഷ്യൂസ്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ഓൾ ദിസ് ക്യാൻ ബി പാസ്ഡ് ഓൾസോ. So when FICCI writes to the concerned organization, definitely it adds weightage and value. Definitely അതിനകത്ത് റെസ്പോൺസ് കിട്ടും, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ നാഷണൽ ബേസിൽ യു മസ്റ്റ് ബി നോയിങ് ദാറ്റ് വെബ്സൈറ്റിൽ today is a off day, and I could have otherwise given a presentation also. This came up at a very short notice. FICCI website, you also look into the website, you will get a limited number of information. കൂടാതെ വേറെ ഇൻഫർമേഷൻ, വേറൊരു സർവീസ് FICCI ചെയ്യുന്ന that is called അത് FICCI ചെയ്യുന്ന സർവീസ് ആണ്, that's called visa of that's called the നമുക്ക് ATA card facility. ATA card facility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് യു ഗോ ഫോർ എ ട്രേഡ് ഫോർ എക്സിബിഷൻ അല്ലെങ്കിൽ okay, if you can mute the microphones of the other speaker, വേറെ ആരും സംസാരിക്കുന്ന മ്യൂട്ട് ചെയ്തേ നന്നായിരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. റാഫി ഒന്ന് മ്യൂട്ട് ചെയ്യൂ. Okay. Now there is another function called the ATA carded facility. ATA carded facility, that is the facility that's issued by the government, certificate under that's the instrument issued by the government of India, as approved by the Ministry of Commerce. FICCI is the only agency for issuing that certificate. For example, നമുക്ക് ഒരു എന്തെങ്കിലും ഒരു എക്സിബിഷനോ ട്രേഡ് ഫെയറിനോ നമുക്ക് എന്തെങ്കിലും ഐറ്റം കൊണ്ടുപോകണമെങ്കിൽ we can use the ATA carded facilities. ഡ്യൂട്ടി ഇല്ലാതെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് ആ കൺസൈൻമെന്റ് കൊണ്ടുപോകാം. ഒരു ബാങ്ക് ഗ്യാരണ്ടി എക്സിക്യൂട്ട് ചെയ്താൽ മതി. അത് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാങ്ക് ഗ്യാരണ്ടി വെച്ചിട്ട് ആ ഐറ്റം നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ ദർ ഇസ് നോ ഡ്യൂട്ടി, നമുക്ക് അതിനകത്ത് വേറെ എലമെന്റ് വരുന്നില്ല. ഓഫ്കോഴ്സ് അതിനകത്ത് ചെറിയൊരു ബാങ്ക് ഗ്യാരണ്ടി അനുസരിച്ചുള്ള ചെറിയൊരു ചാർജസ് മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് ഡ്യൂട്ടി അടക്കണ്ട. അതുപോലെ തിരിച്ചിങ്ങോട്ടുള്ള കേസിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സ്പെയർ പാർട്സ്, നമുക്ക് ആ സ്പെയർ പാർട്സ് ആവശ്യമുണ്ട്. അത് ഇവിടെ ആ സ്പെയർ പാർട്സ് കണ്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ പാർട്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ATA കാർഡ് വെച്ച ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഐറ്റം കൊണ്ടുവരാം. എന്നിട്ട് അതേപോലെ തിരിച്ചയക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യു കാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഐറ്റം ഫോർ ഹിയർ. ബട്ട് അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും എക്സിബിഷൻസിന് ട്രേഡ് ഫെയർസിന് നിങ്ങൾക്ക് ആളുകൾക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ATA കാർഡ് ഫെസിലിറ്റി. ഇതിന്റെ തന്നെ ഒരു ലാൻഡ് ഫെസിലിറ്റി ഉണ്ട്, അത് റീസെന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന കൺസൈൻമെന്റ്സിന് നിയർ ടു ബൈ റോഡ് പോകുന്നതിന് വേറൊരു ഫെസിലിറ്റി ഉണ്ട്. അതും ദാറ്റ് ഈസ് ഓൾസോ ബീങ് യൂസ് ബൈ FICCIയുടെ ഇൻസ്ട്രുമെന്റ് വെച്ചാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഓൾ ഇന്ത്യ സിനാരിയോ, ബിഫോർ കമ്മിങ് ടു കേരള, ഓൾ ഇന്ത്യ സിനാരിയോ, FICCI is conducting lot of events and programs, activities throughout the year. Unfortunately now because of the COVID for the last 1 year നമുക്ക് ഇതെല്ലാം തന്നെ വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. FICCIയുടെ തന്നെ ഒരു ബൈക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവൻ ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അതേപോലെ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ റെഗുലർ ആയിട്ട് വരുന്ന ബൈക്ക് പ്ലാറ്റ്ഫോമിൽ. അതുകൂടാതെ ലോട്ട് ഓഫ് എക്സിബിഷൻസ് ഹാപ്പനിങ് ഓൾസോ ഇൻ ദ ബൈക്ക് പ്ലാറ്റ്ഫോം. അതിൽ റെഗുലർ ആയിട്ട് എക്സിബിഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നാഷണൽ സിനാരിയോ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഇൻഫർമേഷൻ വിച്ച് ഐ വാണ്ട് ടു ഷെയർ ഈസ് ദാറ്റ് വേൾഡ് എക്സ്പോ, ദാറ്റ് യു മസ്റ്റ് ബി ഓൾ അവെയർ ദാറ്റ് ദുബായ് എക്സ്പോ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് സപ്പോസ് ടു ഹാപ്പൻ ലാസ്റ്റ് ഇയർ. ബിക്കോസ് ഓഫ് ദ കൊറോണ ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ്. സോ ദിസ് October, if everything goes well, it will start. It will be there for 6 months at Dubai. It's a virtual, and it's going to be a physical center, and government of India has constructed a
physical exhibition center, massive structure, and FICCI is the only agency representing government of India in that facility, and we are already pala states അതിൻ്റെ അകത്ത് വീക്ക് സ്ലോട്ട് എടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്സിനും ഈസ് ഗിവൺ 1 week സ്ലോട്ട്, ചില സ്റ്റേറ്റ്സ് 2 weeks എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള ഓൾസോ എഗ്രി ചെയ്തിട്ടുണ്ട് 1 week സ്ലോട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ 6 months വേൾഡിലുള്ള എല്ലാ മേജർ കൺട്രീസിന്റെ മേജർ ഇന്റർനാഷണൽ കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അതേപോലെ കൺട്രീസിന്റെ ഒഫീഷ്യൽ ലൈസനിങ് ഓഫീസേഴ്സ്, അതേപോലെ തന്നെ എല്ലാ കൺട്രീസിന്റെ മേജർ കോർപ്പറേറ്റ്സ് എല്ലാം ഈ സെഷൻസ് ഈ 166 months ദുബായിലുണ്ടാവും. അപ്പൊ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ സമയത്തും ഈ പറഞ്ഞ ആളുകളായിട്ട് മീറ്റിംഗ്സ് കണക്ട് ചെയ്യാനും നമുക്ക് അവരായിട്ട് എന്തെങ്കിലും ബിസിനസ് ഡീൽസ് നടത്താനും എല്ലാം ഈ വേൾഡ് എക്സ്പോയുടെ സമയത്ത് പറ്റും. ആൻഡ് FICCI is the only approved partner for government of India for the same. And Kerala government, ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ കുറെ എഫേർട്ട് എടുക്കേണ്ടി വന്നു. ഫൈനലി ദേ ഹാവ് എഗ്രീഡ് ഓൾസോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏത് വീക്കാണെന്നത് കാര്യം ഗവൺമെന്റ് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി ഓൾസോ കമ്മിങ് ഔട്ട് വിത്ത് official invite to everybody. ആ സമയത്ത് we can also think of taking a delegation from Kerala along coinciding with the Kerala week. അപ്പൊ കേരളത്തിനുള്ള മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ അതുപോലെ നമുക്ക് നേരത്തെ തന്നെ പല മീറ്റിംഗ്സിന്റെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഓൾ ദിസ് ഓപ്പർച്യൂണിറ്റി മലപ്പുറം ചേംബർക്കും അവരുടെ മെമ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. Now coming to Kerala scenario, as already pointed out, 2013 FICCI കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. FICCI was quite delay in starting the office in Kerala because 2013 നമുക്ക് we had the പ്രവാസി ഭാരതീയ ഇന്ത്യ കേരളത്തിൽ ഓർഗനൈസ് ചെയ്ത് വയലാർ രവി ആയിരുന്ന ആ സമയത്ത് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ, നമ്മുടെ ഓവർസീസ് മിനിസ്റ്റർ ഇതിന്റെ NRIസിന്റെ. അതുകൊണ്ടാണ് ആ ഇവന്റിന് വേണ്ടിയിട്ടാണ് FICCI അന്ന് കേരളത്തിലേക്ക് വിർച്വലായിട്ട് ഫിസിക്കലായിട്ട് എൻട്രി വന്നത്. Then of course FICCI started the office, and I had the privilege to be the first head of the FICCI Kerala State Council from there onwards. And നമുക്കറിയാവുന്ന പോലെ തന്നെ റീസെന്റ് നമ്മളുടെ ചെയർ മിസ്റ്റർ ജോർജ് മുത്തൂറ്റ് സാർ, he has passed away. He has been holding that post for the last 10 years in Kerala as heading of the FICCI Kerala chairman. Currently we have 2 co-chairs also. One is Dr. Shahidullah from KIMS MD, then Sri Deepak Ashwani from Cochin, Raymond Selection Dutch Group. So this is ഇതാണ് അതിന്റെ. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് we have certain committees also. Logistics sector committee ഉണ്ട്. We have the committees on the tourism ഉണ്ട്, committees on the റീറ്റെയിൽ സെക്ടേഴ്സ് ഉണ്ട്. ഈ കമ്മിറ്റീസ് എല്ലാം നമ്മൾ റിവൈവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് 2 years ആയിട്ട് കൊറോണയുടെ എഫക്ട് വന്നിരിക്കുന്നത്. വൺസ് ഇത് നമ്മളിപ്പോ അടുത്ത നെക്സ്റ്റ് 2 days നമ്മൾ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു റിവൈവ് ദ കമ്മിറ്റീസ്. അപ്പോൾ ഓരോ കമ്മിറ്റീസിലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കമ്മിറ്റീസിനെ നമുക്ക് നാഷണൽ ലെവലായിട്ട് ലിങ്ക് ചെയ്യുന്നൊപ്പം തന്നെ ഏതൊക്കെ കമ്മിറ്റീസ് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ്, ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കമ്മിറ്റീസ് വിൽ ബി വെരി ആക്റ്റീവ് ഓൾസോ. ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 1 year FICCI ഹാസ് കണ്ടക്ടഡ് ഓൾമോസ്റ്റ് 45 events in Kerala alone. മേജർ ഇവന്റ്സ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബാംബു ഫസ്റ്റ് വി പാർട്ട്ണർ ഫോർ ദി ബാംബു ഫസ്റ്റിന് പാർട്ട്നേഴ്സ് ആയിരുന്നു. വി വർ പാർട്ട്ണർ ഫോർ ദി കോയർ കേരള. വി ഓൾസോ പാർട്ട്ണർ ഫോർ ദി ബാംബു. കൂടാതെ തന്നെ അഗ്രികൾച്ചർ ഇവന്റ് വൈകിയിലും വി പാർട്ട്നേഴ്സ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ മേജർ ഇവന്റ്സിന് ലാസ്റ്റ് ഇയേഴ്സിന് ഈ നമ്മുടെ കുറെ ഗവൺമെന്റ് ഇവന്റ്സിന് പാർട്ട്നേഴ്സ് ആയിരുന്നു. അത് കൂടാതെ FICCI ഹാഡ് ഓൾസോ കണ്ടക്ടഡ് ലോട്ട് ഓഫ് ഇവന്റ്സ് ഫോർ ദി MSME സെക്ടേഴ്സ് കട്ടിംഗ് അക്രോസ് വേരിയസ് ടോപ്പിക്സ്. ദിസ് ഇയർ വി ഹാവ് ഓൾറെഡി ടൈഡ് അപ്പ് വിത്ത് മലപ്പുറം. നമ്മളൊരു ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഓൾറെഡി ടൈഡ് വിത്ത് എനർജി മാനേജ്മെന്റ് സെന്റർ ആയിട്ട്. അതിൽ നമ്മളൊരു 10 സെന്റേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ഫിസിക്കലായിട്ടായിരിക്കും സെന്റേഴ്സിൽ നടക്കുന്നത്. മലപ്പുറത്തുള്ള നമ്മുടെ ഇതിന്റെ എനർജി കൺസോർട്ടിയം, അതേപോലെ തന്നെ മലപ്പുറത്തുള്ള ഇതിന്റെ ഇവിടെ ഫർണിച്ചർ, അതിന്റെ വുഡ് അങ്ങനെ ഒരു സെന്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള MSME സെക്ടേഴ്സിന് എങ്ങനെ അവരുടെ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതിന് ഇന്ത്യയിലുള്ള ബെസ്റ്റ് കമ്പനീസിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ ഒരു ടെക്നിക്കൽ സെഷൻ 1 day പ്രോഗ്രാം രീതിയിൽ ആ സെന്ററിൽ, പെർട്ടിക്കുലർ സെന്ററിൽ ഈ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യും. അവിടെ എക്സിബിറ്റേഴ്സ് വരും, അവരുടെ പ്രൊഡക്റ്റ് എക്സിബിഷൻ മെഷീനറി അവർ എക്സിബിറ്റ് ചെയ്യും. അതിന്റെ കൂടാതെ ടെക്നിക്കൽ സെക്ഷൻ ഉണ്ടാവും. ഓരോരുത്തർക്കും 1-to-1 ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുത്തിട്ട് ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി റെസ്പെക്റ്റീവ് ഓർഗനൈസേഷൻസിൽ. ഇതാണ് നമ്മൾ ഈ വർഷത്തെ ഇതിൽ ഇപ്പോഴത്തേക്ക് ടൈഡ് അപ്പ് ആയിരുന്നു. ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് ഇവന്റ്സ് ആർ വി ആർ പ്ലാനിങ് അപ്പ് ദിസ് കമ്മിങ് 1 year.
and certainly a lot of things we are planning at Malappuram also. But definitely we require the support, and also thinking about Kerala angle of Kerala, we work very closely with the government of Kerala. Adinte pala policy for example, now there's a committee called the Commerce Mission. Commerce Mission ഒരു കമ്മിറ്റി ഉണ്ട് ഗവൺമെന്റ് ഓഫ് കേരള ലാസ്റ്റ് ഇയർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്ന ഫിക്കി അതിന്റെ പാർട്ണർ ആണ്, ഫിക്കി അതിന്റെ മെമ്പർ ആണ്. വി ഓൾസോ കൺട്രിബ്യൂട്ട് ലോട്ട് ഓഫ് ഇൻപുട്സ്. അതുകൂടാതെ പല കാര്യങ്ങളും പ്രൊജക്ട്സും പല കാര്യങ്ങളും ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് മന്ത് ഗവൺമെന്റ് ഓഫ് കേരള ഒരു ലോജിസ്റ്റിക്സ് കമ്മിറ്റി എന്ന് വന്നിട്ട് ഫസ്റ്റ് ടൈം ഇൻ കേരള ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിക്കി പാർട്ണർ, ഫിക്കി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി. ലാസ്റ്റ് 2 weeks ago there was a meeting of the committee also, first time chaired by the chief secretary. അപ്പൊ അതിലും നമ്മൾ പല കാര്യങ്ങൾ സജഷൻസ് പറയുന്നുണ്ട്. ഓരോ മീറ്റിംഗ്സിന്റെ ഡീറ്റെയിൽസ് നേരത്തെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലും എല്ലാ ഇമ്പോർട്ടന്റ് ബോഡീസിലും മീറ്റ് ഇതിൽ ഓർഗനൈസ് ഇതിൽ കമ്മിറ്റിയിലും ഫിക്കി ഈസ് പാർട്ണർ ഓഫ് ഇറ്റ്. മലപ്പുറം ചേംബേഴ്സിന് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ കൂടെ അഡ്വാൻറ്റേജും കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് ഈ മലപ്പുറം ചേംബേഴ്സിന് മെമ്പേഴ്സിനടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, യു ആർ ഓൾസോ പാർട്ട് ഓഫ് ഫിക്കി എന്ന് വെച്ചാൽ ഫിക്കിയുടെ ഡയറക്ട് മെമ്പേഴ്സ് മലപ്പുറം ചേംബർ ആണ്. അതിന്റെ ഇൻഡയറക്ട് members in the region also part of FICCI. In the issues and കാര്യങ്ങൾ ഉണ്ടെങ്കിൽ respective region get in touch with Malappuram Chamber. Malappuram Chamber is regularly contacting us for various suggestions, various issues. അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു സജഷൻ ഐ കുഡ് സജസ്റ്റ്, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, if you look into FICCI as a national scenario, I think almost നമ്മളുടെ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലൊരു കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വൺ ബിഗ് ഷോട്ട്സ് ആണ്. നമുക്കറിയാം യൂസഫ് അലി സാർ, അതുപോലെ തന്നെ റാവിസ് എല്ലാം തന്നെ ബിഗ് ഷോട്ട്സ്. But they have never become FICCI presidents. അതിന്റെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നാഷണൽ FICCI പ്രസിഡന്റ് ബിക്കംസ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഹി ഈസ് വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് whenever president or prime minister or anybody, any senior government travels, usually they take a FICCI delegation with them, and also it gives a good exposure. അത് മാത്രമല്ല, ഒരു കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു നാഷണൽ പ്രസിഡന്റ് ആകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കുറേയും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കേരളത്തിനും കിട്ടും, കുറച്ചും കൂടി നമുക്ക് മൈലേജ് കിട്ടും. അപ്പൊ അതിന് അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് മലപ്പുറം ചേംബർ മെമ്പർ ആണ്. അത് കൂടാതെ തന്നെ നമ്മളെ ഈ അസോസിയേറ്റ് വിയാക്കോട്ടെ കോർപ്പറേറ്റ് ആസ് വെൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓൾസോ. അപ്പൊ കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനീസിന് താല്പര്യമുണ്ടെങ്കിൽ ദേ ക്യാൻ ബിക്കം എ അസോസിയേറ്റ് മെമ്പർ. അസോസിയേറ്റ് മെമ്പർ ആകുന്ന കാര്യത്തിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വി ഹാവ് ഗോട്ട് എ സെപ്പറേറ്റ് സബ് കമ്മിറ്റീസ് ഫോർ ഈച്ച് അസോസിയേറ്റ് ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ സെക്ടറിന് അതിന്റെ കമ്മിറ്റീസ് ടിൽ റീസെന്റ് മണിപ്പാലിലെ പൈസ ഹി വാസ് ഹോൾഡിംഗ് ദ പോസ്റ്റ്. റീസെന്റ് സിൻഡോസിന്റെ വിദ്യയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലെ ഇന്ത്യയിലെ എല്ലാ മേജർ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. അപ്പൊ അതേപോലെ മലപ്പുറത്തിലുള്ള ബിഗ് ഇൻഡസ്ട്രീസ് ഇഫ് ദേ ക്യാൻ ബി പാർട്ട് ഓഫ് ദിസ് നാഷണൽ കമ്മിറ്റീസ് വരാണെങ്കിൽ ദാറ്റ് ഗീവ്സ് എ ഗുഡ് മൈലേജ്. അവർക്ക് എക്സ്പോഷർ കിട്ടും. അതുകൂടാതെ തന്നെ അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കുറേ കൂടി ഫർദർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. This in nutshell I have explained about FICCI. I have taken a lot of time. Sorry for being Sunday, I could not make a presentation. This was done at short notice. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ then I'll be really happy to answer the same. Over to the president. Thank you. ആർക്കെങ്കിലും സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത മീൻസ് അജണ്ടയിലേക്ക് പോകണം. ഹലോ സർ. Okay, tell me. സാറ്, പിന്നെ ഫിക്കിയില് ഇപ്പൊ നമ്മള് ചേംബറിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള പോലെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഫിക്കിയില്? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഉണ്ട്, അതുകൂടാതെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു കമ്പനിയുടെ ടേൺ ഓവർ 100 crore above ആണെങ്കിൽ കോർപ്പറേറ്റ് മെമ്പർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. കമ്പനിയുടെ ടേൺ ഓവർ 10 crore above ആണെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഈ 10 crore above ഉള്ള ആൾക്ക് മാത്രമേ ഫിക്കിയില് മെമ്പർഷിപ്പ് ഉള്ളൂ അല്ലെ? അതെ, ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്. അല്ലെങ്കിൽ പിന്നെ അസോസിയേഷൻസ് ഓർ അതെ, ഓഫ് കോഴ്സ് അസോസിയേഷൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സിന് നമുക്ക് നമ്മുടെ അഫിലിയേറ്റഡ് ബോഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നാഷണൽ ഒരു AGM വരുന്നുണ്ട്. AGMൽ തന്നെ ഒരു പ്രത്യേക സെഷൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സിനും അസോസിയേഷനും വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് 2 years കഴിഞ്ഞ വർഷം നമുക്ക് അത് കോവിഡ് അതുകൊണ്ട് ഫിസിക്കൽ സെഷൻ നടത്താൻ പറ്റിയില്ല. എല്ലാ വർഷവും നമുക്ക് ഡിസംബറിലാണ് നമ്മൾ AGM നടക്കുന്നത്. എല്ലാ ചേംബേഴ്സ് ഓഫ് കോമേഴ്സും ഇന്ത്യയിലുള്ള എല്ലാവരും അവിടെ വരാറുണ്ട്. ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് തമ്മിൽ തന്നെ സെഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിന് ഡിസ്കഷൻ നടക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.
ഫർദർ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ ഓക്കെ ഞാൻ ഇനി അടുത്ത നമ്മുടെ ഈ സെക്ഷൻ നമ്മൾ ഒന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. സാബു വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഇനിയിപ്പോ സാറിന് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് സാറിന് ഒരു വോട്ട് ഓഫ് താങ്ക്സും അതുപോലെ തന്നെ ഒരു ആശംസയും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. മലപ്പുറം ചേംബർ നെക്സ്റ്റ് ഇയേഴ്സിന്റെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്മിങ് ഫിനാൻഷ്യൽ ഇയറിന്റെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഏതൊക്കെ കാര്യങ്ങളില് നിങ്ങൾക്ക് ഫിക്കിയുടെ സപ്പോർട്ടിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഇനിഷ്യേറ്റീവ്സോ എന്തൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ടൊന്ന് അതിനുള്ള കുറച്ച് സജഷൻ തന്നു കഴിഞ്ഞാൽ വി ക്യാൻ വർക്ക്ഔട്ട് ജോയിന്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസ് നമുക്ക് അവിടെ വർക്ക്ഔട്ട് ചെയ്യാം. സർ, ഇപ്പൊ ഞങ്ങൾ ഈ വർഷത്തെ മെയിൻ അജണ്ടയിലുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മീൻസ് കോവിഡ് ഇഷ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓൾറെഡി പോയി കഴിഞ്ഞു. എല്ലാ സെക്ടറും കോമൺ ആയിട്ടുള്ള നമുക്ക് വുഡൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് വുഡ് ഇൻഡസ്ട്രിയിലുള്ള മെമ്പേഴ്സ് കുറവാണ്. അപ്പൊ അത് മീൻസ് പക്ഷേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് വുഡിലും ഫുഡിലുമാണ്. എനിവേ ഞങ്ങൾ അതിൽ ഇതുപോലെ തന്നെ ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തതും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോർട്ടൻസും ജില്ലക്ക് വേണ്ടി എന്ത് കൊടുത്തോ അത് ബേസ്ഡ് ആയിട്ടുള്ളത് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കും. ഓൾറെഡി ഞങ്ങൾ അപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. ഞങ്ങൾ 300 സ്റ്റാളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 300 സ്റ്റാളുകളുടെ ഇതാണ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് തിങ് പറഞ്ഞാല് എക്സിബിഷനിൽ എന്തെങ്കിലും നിങ്ങൾ ഫിക്കിയുടെ ഭാഗത്ത് സ്പീക്കേഴ്സിന് എന്തെങ്കിലും സജഷൻസ് വേണോ, അല്ലെങ്കിൽ എക്സിബിഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് പ്രധാന വേണ്ടി വരാൻ ഞാൻ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലും വുഡ് ഇൻഡസ്ട്രിയിലും നല്ല മെഷീൻ ഡീലേഴ്സിനെ മീൻസ് അവരുടെ ഡീറ്റെയിൽ ആണ് ഞങ്ങൾക്ക് വേണ്ടി. അല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് EMC ആയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച അത് MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫിസിക്കലായിട്ട് നമ്മൾ കോവിഡ് ശേഷം മലപ്പുറത്ത് 2 സെന്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ, ഞങ്ങള് സാർ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റിലെ ഏറ്റവും കുറവ് ഇൻഡെക്സുകൾ ഉള്ളത് മലപ്പുറം ജില്ലയാണ്. അതിന് പ്രധാന കാരണം മലപ്പുറം ജില്ലയുടെ പോപ്പുലേഷൻ ആണ്. മലപ്പുറം ജില്ല ഹൈ പോപ്പുലേറ്റഡ് ആണ്. മീൻസ് ഏരിയ വൈസും കൂടുതലുണ്ട്. അറ്റ് ദ സെയിം ടൈം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാറിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ എൻട്രൻസ് എക്സാമുകൾ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ വളരെയധികം സ്കോർ ചെയ്യുന്നത് മലപ്പുറമാണ്. അറ്റ് ദ സെയിം ടൈം ഫീമെയിൽ വർക്ക് ഫോഴ്സ് വളരെ കുറവാണ്. അപ്പൊ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇൻഡെക്സ് ഉയർത്തണമെങ്കിൽ ഫീമെയിൽ വർക്ക് ഫോഴ്സ് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കോഴ്സുകൾ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോവാണ്. അതിന് ഓൾറെഡി ഇപ്പൊ നബാർഡായിട്ട് മീൻസ് നബാർഡുമായിട്ട് നമ്മൾ ഏകദേശം 240 പേർക്ക് നമ്മൾ ഡിസൈനിങ്ങിൽ ട്രെയിനിങ് കൊടുക്കാൻ പോവാണ്. അത് ഓൾറെഡി ഫസ്റ്റ് ബാച്ച് നാളെ ഇന്റർവ്യൂ നടക്കുകയാണ്. 60 പേർക്കുള്ള ഇന്റർവ്യൂ നാളെ നടക്കുകയാണ്. 4 ബാച്ചായിട്ട് അവര് 240 പേരെ ട്രെയിൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് ഈ സ്ത്രീകൾക്ക് ജോലി സാധ്യത കൂടുതലുള്ള ട്രെയിനിങ് സെക്ഷൻസ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 അജണ്ടയാണ് നമുക്ക് ഈ വർഷം. അതിലെല്ലാം നബാർഡിന്റെ സഹായം ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ ബർഡൻ നമുക്ക് വരുന്നില്ല, അഡ്മിനിസ്ട്രേഷൻ മാത്രമേ വരൂ. അതിനകത്ത് ഇപ്പൊ കേരള ഗവൺമെന്റ് തന്നെ ഒരു 2 ഏജൻസീസ് ഉണ്ടല്ലോ. നമുക്ക് ഒരു സാപ്പ് ഉണ്ട്, ഇതിന്റെ ക്യാസ് ഉണ്ട്. ഈ 2 ഏജൻസീസ് ഫിക്കി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അവിടെ തന്നെ വുമന്റെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാണ്ടത് വുമൺ എന്റർപ്രൈസ്, അതുപോലെ തന്നെ വുമൺ സ്കില്ലിങ്ങിന്റെ ഏതൊക്കെയാണ് കോഴ്സസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് അതിൻ്റെ ആയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പെർട്ടൈസ് വേണമെന്ന് നമുക്ക് വി ക്യാൻ ഓൾസോ തിങ്ക് അബൌ എവിടെ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി ഓൾസോ ഡൺ. ഞാൻ ഇതിന്റെ തന്നെ ഒരു സിമിലർ ആയിട്ടൊരു കാര്യം, ഐ തിങ്ക് ലാസ്റ്റ് ഇയർ നമ്മൾ അന്ന് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. വി വർക്ക് ലോട്ട്. നമ്മള് നോർക്കായിട്ട് അന്ന് കുറെ എഫേർട്ട് എടുത്ത് 2 പ്രാവശ്യം ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്താണ്. ഒരു 2 ഡേ ഇവന്റ് അന്ന് കൊച്ചിയിൽ പ്ലാൻ ചെയ്താണ്. അത് നമ്മള് കേരളത്തിൽ മലപ്പുറം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. മലപ്പുറത്തിൽ നല്ല കുറെ ആളുകൾ ഗൾഫിലുള്ളതാണല്ലോ. അതില് നമ്മൾ നമ്മുടെ ഗൾഫിലുള്ള മേജർ എംപ്ലോയേഴ്സിനെ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താണ്. അത് പുതിയതായിട്ടുള്ള ഏതിനൊക്കെയാണ് അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതിന്റെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു 2 ഡേ സെഷൻ നമ്മളന്ന് പ്ലാൻ ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് 2 പ്രാവശ്യം നമ്മൾ ഡേറ്റ് ഇട്ട് ഒരെണ്ണം നമുക്ക് അസെന്റിന്റെ നെക്സ്റ്റ് ഡേ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു. ലാസ്റ്റ് ഓരോ പ്രോഗ്രാമിന്റെ 2 വീക്സ് മുമ്പ് നമുക്ക് കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് CM-ന്റെ പ്രത്യേകിച്ച് അന്നെന്തോ ഇൻകൺവീനിയൻസ് വന്നിട്ട്.
So that program is, of course, പുതിയ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞു കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടിട്ട് ഓൾ ദിസ് പ്രോഗ്രാം ഇസ് ഇൻ ദ അജണ്ട. അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഗൾഫിലുള്ള ഇപ്പോഴത്തെ സിനാരിയോ വെച്ചിട്ട് ഏതിനൊക്കെയാണ് കൂടുതൽ തൊഴിൽ സാധ്യത, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആ സാധ്യതകൾ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഏജൻസീസിനെ ഒന്ന് അവയർനെസ് കൊടുത്തിട്ട് അവർ എങ്ങനെ ഇത് ടാപ്പ് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ വർഷം തന്നെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു സർ. സർ ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് സാബുവിന്റെ ക്ലാസ്സിനെ കുറച്ച് കേട്ടു. അതിനകത്ത് ഒരു കാര്യം കൂടി സജഷന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ട്രേഡ് റിസീവബിൾസ് ഇപ്പൊ എസ്പെഷ്യലി നമ്മുടെ ട്രേഡേഴ്സിന്റെ ഇൻഡസ്ട്രിയുടെ ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും ട്രേഡ് റിസീവബിൾസ് ഇപ്പൊ വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് വി ആർ വർക്കിംഗ് ഔട്ട് എ സെഷൻ വിത്ത് വൺ ഓഫ് ദി സ്പോൺസേഴ്സ് ഫോർ ദി ബാങ്ക്സ് ഫോർ ദ സെയിം. അപ്പൊ എങ്ങനെ നമുക്ക് ഇൻഷുറൻസ് വഴി ട്രേഡ് റിസീവബിൾസ് നമുക്ക് ബ്ലോക്ക് ആയി കിടക്കുന്ന എമൗണ്ട് നമുക്ക് ലയബിലിറ്റി വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സെഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഐ വിൽ കീപ് യു ഇൻഫോംഡ് അബൌട്ട് ദി എക്സാക്ട് ടൈം. താങ്ക് യു. സോ താങ്ക് യു ഫോർ മറ്റൊരു കാര്യം കൂടി വെച്ചാൽ ഞങ്ങള് ചേംബറിന് ആർബിട്രേഷൻ സെന്റർ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതും ആർബിട്രേഷൻ ക്ലോസ് വെച്ചിട്ട് നമ്മള് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഞങ്ങൾ കഴിഞ്ഞ അജണ്ടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങള് അതിനെക്കുറിച്ച് ഞങ്ങൾ ഓൾറെഡി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഞങ്ങള് അതില് ഫിക്കിയുടെ കീഴിൽ ഒരു ആർബിട്രേഷൻ ബോഡി ഉണ്ട്. മറന്നുപോയി. ദാറ്റ് ഈസ് ഫംഗ്ഷനിങ് അണ്ടർ ഫിക്കി. ദാറ്റ് ഈസ് ദ ബോഡി ഫോർ ആർബിട്രേഷൻ ഇൻ ഇന്ത്യ. അതിൽ മെയിൻ ആയിട്ടുള്ള ലീഡിങ് ആർബിട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എനിവേ നിങ്ങളൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ് നോക്കിയിട്ട് വി ക്യാൻ വർക്ക്ഔട്ട് എ പ്രപ്പോസൽ. അതിന്റെ ചാപ്റ്റർ ആയിട്ട് വേണമെങ്കിൽ റൺ ചെയ്യാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അല്ലാതെ തുടങ്ങാനും പറ്റും. അത് രീതിയിലുള്ള എന്തൊക്കെ വേണമെങ്കിൽ എക്സ്പെർട്ടൈസ് വേണോ ഡെഫിനറ്റ്ലി വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. President Mr. K.V Anwar and Secretary Mr. Riaz Babu and the Treasurer Mr. Salim Karat and our Chief Guest Mr. Saud Matthew and our today's presenter Advocate Mr. Sabu and all chamber members. Very good evening. Well, it was a very wonderful evening. We actually, the way Mr. Saud Matthew has described about FICCI, it was really excellent. We know FICCI, but we are a little bit, in a fade stage, what FICCI's activities are. But you actually elaborated what FICCI is doing and what is the involvement of and or linked with the other chambers also. It was a wonderful way you are actually spelled out the details, and we are very, very much thankful to you, and we actually really appreciate your presence here and just using your valuable time and joining us in the Zoom. It's really wonderful. In fact, we are actually extending our thanks and appreciation from bottom of all members' heart. And on behalf of Malappuram Chamber of Commerce, I take this opportunity to thank you very much. The wonderful, presentation. Also, the thing that you mentioned, whenever there is a project popping up, this area, Malabar area, especially Malappuram district and all, as you mentioned, please include us also in that. We are actually in the growing stage. We actually done a wonderful job with the leadership of our President, Mr. K.V. Anwar, and we are looking forward to involve with so many projects in the future as well. And if FICCI can support us, as you said, we will be doing a wonderful job now, no doubt about it. And thank you very much, sir, for your wonderful presentation. Thank you. Thank you. So, President, with the permission, can I leave? Once again, thank the President of thank you very much, and the members for inviting. Definitely, I would like to be there. Actually, thank you very much, sir. Okay. Thank you, sir. Thank you. നമ്മളിവിടെ നടത്തിയ ഒരു വെർച്വൽ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു വെർച്വൽ മീറ്റിംഗ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഇന്നത്തെ ഈ കോവിഡ് സെക്കൻഡ് വേവില് ഇങ്ങനെ ആയി വന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച നമ്മുടെ മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മെമ്പറും മഞ്ചേരിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് K.V സാബു സാറിനെ ഞാൻ ആദ്യമായി മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്വാഗത പ്രാസംഗികനും മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി റിയാസ് ബാബുവിനും ഞാൻ
നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ സൂം മീറ്റിംഗിന്റെ അധ്യക്ഷനായ നമ്മുടെ ചേംബർ പ്രസിഡന്റ് KV ഞാൻ മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഹെഡ് ഓഫ് ഫിക്കി കേരള സേവിയോ മാത്യു സാർ നമുക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനും നമ്മുടെ മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു ചേംബർ മെമ്പർമാർ നമ്മുടെ സേവിയോ മാത്യു സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ചേംബർ മെമ്പറായ റോജ രവി, മറ്റു ED സ്റ്റുഡൻസ്, അത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റു പല വ്യക്തികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കും മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സ്റ്റാഫുകൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വെർച്വൽ മീറ്റിംഗ് താങ്ക് യു ഓൾ.